ഡൗട്ട് ചെയ്യുന്നതാണോ? അതായത് EFTയിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് തന്നെ EFTയിൽ പങ്കെടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അതുപോലെ എന്താണ് EFT എന്ന് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ട്. അതുപോലെ ലൈഫിൽ ഒത്തിരി ഇഷ്യൂസ് അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോ സാർ ഒന്ന് സംസാരിച്ചേ. ഓക്കെ സാർ സാർ, ഇപ്പം പറയൂ. ഞാനിപ്പോ ഒരു ഒന്നൊന്നര മാസം, ഒരു മാസം, എന്തായാലും ഒരു ഉം, മാസമായിട്ട് ആബിയോറിന്റെ കൂടെ ഉണ്ട്. അപ്പൊ ഞാൻ ഒരുപാട് ടെസ്റ്റ് മെഡിസിൻ സംഭവങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. ഉം, അപ്പം ആക്ച്വലി ഇപ്പം എന്താ പറയുക, ഇപ്പം സാറിന്റെ ടീമാണെങ്കിൽ പോലും നമ്മളെ അപ് ടു ഡേറ്റ് ആയിട്ട് അവർ നമ്മളെ കോൺടാക്ട് ചെയ്യും. ജസ്റ്റ് ഒരു മണി മൈൻഡ് സെറ്റ് ഒരു ചെറിയ കോഴ്സാണ്. ചെറിയ കോഴ്സ് എന്ന് ഉം, വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിയ മൂല്യമുള്ള കോഴ്സാണ്. പണത്തിന്റെ ഇതിൽ ചെറിയ ഒരു കോഴ്സാണ്. ഉം, അപ്പൊ ഞാൻ അവരോട് പറയുകയാണ്, എനിക്ക് EFT, അപ്പൊ ഞാൻ ഇത്രയും കേട്ട ഒരു അറിവില്, ഇത്രയും ടെസ്റ്റിമോണീസ് കേട്ട അറിവിൽ എനിക്ക് ആക്ച്വലി വേണം. ഞാനൊരു 3 വർഷമായിട്ട് ലോ ഓഫ് അട്രാക്ഷനും അങ്ങനെയുള്ള സംഭവങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിനെ പറ്റിയും ചക്രാസിനെ പറ്റിയൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് 3 വർഷമായിട്ട്. അപ്പൊ ഉം, ഞാൻ ഇത് ഒരുപാട് കോഴ്സിനൊക്കെ ചേർന്ന് എനിക്ക് ഇറങ്ങിത്തിരിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ സാറ് പറഞ്ഞ പോലെ അൾട്ടിമേറ്റ്ലി എന്ത് പഠിപ്പിച്ചു തന്നാലും നമ്മൾ ഇറങ്ങി തിരിച്ചിട്ട് മാത്രമേ കാര്യമുള്ളൂ. ഉം. അപ്പം ആ ഒരു സംഭവം ഇറങ്ങിത്തിരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനത് വീണ്ടും ഡൗൺ ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നോളജ് ഉണ്ട്, ഡൗൺ ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അപ്പം എനിക്ക് എന്താണ് മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാല്, എൻ്റെ ദേഷ്യം, എൻ്റെ പഴയ എന്നെ എന്താ പറയുക, ആൾക്കാര് എനിക്ക് ചെറുപ്പം മുതലുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, പ്രശ്നമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ ഉം. എനിക്ക് എന്താ പറയുക, പേടിയുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് വന്നത് സ്റ്റേജ് ഫിയർ ആണ് എൻ്റെ ചെറുപ്പത്തിൽ. ഉം. പിന്നെ വന്നത് പിന്നെ ഓരോരോ കാര്യങ്ങൾ, ഭാവി എന്താവും എന്നൊക്കെ പറഞ്ഞുള്ള ഒരു ചില സംഭവങ്ങളൊക്കെ, ആൻസൈറ്റി, ആൻസൈറ്റി, ഉത്കണ്ഠ. ആൻസൈറ്റി. ഉം. അപ്പം അപ്പൊ അങ്ങനെ ആ ഒരു സംഭവം. പിന്നെ ഞാൻ പിന്നെ മദ്യപാനത്തിലേക്ക് കിടന്നു. എനിക്ക് പിന്നെ ശരി, പിടിക്കാൻ ഒരു കാര്യം പറ്റാത്ത. ചെയ്യാം സാറേ. ഒരു കാര്യം, ഒരു ചെറിയൊരു കാര്യം. സാറിന്റെ ലൈഫിൽ ഒത്തിരി അറിവുകളുണ്ട്, പക്ഷെ അത് പ്രാക്ടിക്കൽ വൽക്കരിക്കാൻ പറ്റുന്നില്ല. ലൈഫിൽ ഒത്തിരി അറിയാം, പക്ഷെ ഒന്നും ശരിയാകുന്നില്ല, തുടങ്ങാൻ പറ്റുന്നില്ല. ഇതാണ് സാറിന്റെ ആകെ മൊത്തം ടോട്ടൽ. സാറിന് ഒരു സമ്പൂർണ്ണ മാറ്റം ആവശ്യമാണ്. അതല്ലേ അതെ, അതെ, ഉദ്ദേശം? സ്വർണോ? അതെ. Yes, sir. ഉം. ശരി, ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ. Yes, നിങ്ങളിപ്പോ sir. മണി മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ചെറിയതല്ലെങ്കിലും അത് ഏറ്റവും മൂല്യമായതാണ്. എങ്കിലും ഇന്ന് വരെ നിങ്ങൾ അനുഭവിച്ചതിന് വ്യത്യസ്തമായ ഒത്തിരി കാര്യങ്ങൾ അത് കിട്ടിയോ ഇല്ലേ? കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ശരി, കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഡേ സന്തോഷം. 5 ആണ് ഇപ്പോൾ. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പം ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്. കാരണം എനിക്ക് പ്രോപ്പറായിട്ട് ഇപ്പോൾ ലോ ഓഫ് അട്രാക്ഷനെ പോലെ ഇപ്പൊ എനിക്ക് റൈറ്റിംഗ് ഒന്നും പറ്റുന്നില്ല. എനിക്ക് എല്ലാ ദിവസവും എഴുതണമെന്ന് വിചാരിക്കും, പറ്റുന്നില്ല. എല്ലാ ദിവസവും പോസിറ്റീവായിട്ട് മെഡിറ്റേഷൻ ചെയ്യണമെന്ന് വിചാരിക്കും. 3 ദിവസം മെഡിറ്റേഷൻ ചെയ്യും, 4-ാമത്തെ ദിവസം 5-ാം ദിവസം ചെയ്യില്ല. അപ്പൊ ഇങ്ങനെ ഇതാണ് കുറെ. സാറിന്റെ പ്രശ്നം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മദ്യപാനം, ഭയങ്കരമായിട്ടുള്ള മദ്യപാനം, ടുബാക്കോ യൂസിങ് എല്ലാം ശരി, തുടങ്ങി ഓക്കെ, ഓക്കെ, ഒരു നേരത്തെ കാര്യം ചെയ്യാം നിർത്തണം. സാർ. ഓക്കെ, 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 സാർ അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് സംസാരിക്കണ്ട. മീൻസ് സാറിന്റെ നിന്ന് നമുക്കെല്ലാം ഏകദേശം മനസ്സിലായി. ഓക്കെ. ഇത്രയും ആൾക്കാരുണ്ടാവുമ്പോൾ അത് നമുക്ക് ക്ലിയർ ആയി മനസ്സിലായി. സാറിന് ഇതിൽ നിന്ന് 100% മോചനം വേണം. അതായത് 100% ഒരു പുതിയ വ്യക്തിയായി മാറും. ഇതല്ലേ സാറിന്റെ ആഗ്രഹം? സ്വർണം? യെസ് സർ. ശരി, സന്തോഷം. ഇനി ആർക്കെ എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? നമ്മൾ സെഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നു. എനിവൺ എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? ആ ആ, പറയൂ. എന്താ സംസാരിക്കാനുള്ളവർ മാത്രം മൈക്ക് ഓൺ ആക്കിയാൽ മതി, അല്ലെങ്കിൽ ഒത്തിരി ഇഷ്യൂസ് വരും. ശരി. ആ, EFTയുടെ മാസ്റ്റർ ക്ലാസ് കണ്ടു സാറേ, കേട്ടിന്ന് ആ, ഇപ്പം ചെയ്യുകയും ചെയ്തു. ശരി, ശരി, അവിടെ നിൽക്കുക. നിങ്ങൾ അതിൽ പങ്കെടുത്തില്ലല്ലോ. EFTയിൽ മാസ്റ്ററിൽ പങ്കെടുത്ത ആരെങ്കിലും ഉണ്ടോ? നമ്മൾ ഇന്ന് EFTയെ കുറിച്ച് കൃത്യമായി പഠിക്കാൻ വേണ്ടി പോവാണ്, പറയാൻ വേണ്ടി പോവാണ്. ആ, ആഴത്തിൽ ഏതർത്ഥത്തിൽ EFT മാറ്റം വരുത്തുമെന്ന് നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോവാണ്. EFTയുടെ മാസ്റ്ററിൽ പങ്കെടുത്ത ആരെങ്കിലും ഉണ്ടോ? എനിവൺ? കഴിഞ്ഞ ദിവസം എറണാകുളത്തോ മറ്റോ പങ്കെടുത്ത ആരെങ്കിലും ഉണ്ടോ? ആ സാറേ, ഞാനുണ്ട് കേട്ടോ. ആ, പക്ഷേ സംസാരിച്ചോളൂ. എന്തു പറയുന്നു അതിനെ കുറിച്ച്? ഹലോ. ആ, ക്യാമറ ഓൺ ആക്കാൻ പറ്റുമോ? ഇല്ല സാർ. ഒന്നാ കുഴപ്പമില്ല, സംസാരിച്ചു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇങ്ങനെ നമ്മൾ ഒത്തിരി കേൾക്കുന്നുണ്ട്. അപ്പൊ മാസ്റ്റർ എന്നുള്ളതിന് വേണ്ടിയിട്ട് നല്ല ആങ്ഷ്യസ്ലി നമ്മളിങ്ങനെ ഭയങ്കര വെയിറ്റ് ചെയ്തിരുന്നൊരു കാര്യമാണ്. ഇതിൽ വരുമ്പോൾ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയാൻ പറ്റും. കുറച്ചും കൂടെ നമ്മൾ ഹീലാവാനുള്ളതിന്റെ എല്ലാ പൂർണ്ണതയിലും നമുക്ക് കിട്ടുമെന്നുള്ളത് നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അത് നല്ല ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. നമ്മൾക്ക് എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എന്നുള്ളതിന്റെ ഒരു ഉത്തരം ആണ് ശരിക്കും നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. കുറച്ചൊക്കെ നമ്മൾ ഇപ്പൊ ട്രഷറിലൂടെ പോകുമ്പോൾ കുറെയൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു.
പക്ഷെ അത് നമുക്ക് അപ്ലൈ ചെയ്തിട്ടത് ആവുന്നില്ല എന്നുള്ളൊരു ഇതായിരുന്നു എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നിയിട്ടുള്ളത്. പക്ഷെ അത് ഇതിലൂടെ പോകുമ്പോ നമുക്ക് ഇതുകൊണ്ട് തന്നെ ഒരു പ്രതീക്ഷയാണ്, ഇനി നമുക്കൊന്നുമില്ല. അപ്പൊ ആ ഒരു ഫൊർഗീവ്നെസ് എന്നുള്ളതിന്റെ ആ ഒരു പ്രാധാന്യം, അത് എങ്ങനെയാണ് നമ്മുടെ ബോധതലം ഉയർത്തിക്കൊണ്ടുവരിക, നമ്മുടെ ബോധതലം അങ്ങ് ഉയരും എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ അതൊരു വലിയൊരു നല്ലൊരു സംഭവമാണ്, നമുക്ക് ഇതുവരെ എത്താൻ കഴിഞ്ഞു എന്നുള്ളതും വലിയൊരു ഭാഗ്യമാണ്. സാറിന്റെ ആ ഒരു സാർ എടുത്തിട്ടുള്ള ഈ ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത് അത്രയും വലിയൊരു കാര്യമാണ്. ഇതിലേക്ക് എത്തിപ്പെടാൻ കഴിയുക എന്നുള്ളതും വലിയൊരു കാര്യമാണ്. അപ്പൊ ഇതൊക്കെ കേൾക്കുന്നവര് ഞാൻ പറയുന്നത് വളരെ ആത്മാർത്ഥമായിട്ട് സാറ് ചെയ്യുന്ന ഈ ശ്രമങ്ങൾ എല്ലാവരും തിരിച്ചറിഞ്ഞ് ഇതിലൂടെ നമ്മള് കയറി ഇത് നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ നമുക്ക് ഒരു വിഷമവും വേണ്ട, ഒരു എന്താ പറയാ ആകുലതകളും വേണ്ട, ആവശ്യമില്ലാത്ത ചിന്തകളും വേണ്ട. അതൊക്കെ നമുക്ക് ഇതിൽ നിന്ന് അറിയാൻ പറ്റും. അതാണ് നമുക്ക് ഇതിനകത്തു നിന്നുള്ള വലിയൊരു തിരിച്ചറിവും ഒരു വിജയത്തിലേക്കുള്ളൊരു വഴിയാണ്. എന്താ പറയാ, അതിന് ഇനി കുറെ പറയാൻ ശരിക്കും ഉണ്ട്. ഞാനിപ്പോ എൻ്റെ കേസൊക്കെ പറയുകയാണെങ്കിൽ ഞാനൊക്കെ എല്ലാ ദിവസവും ഇതിനെപ്പറ്റി എനിക്ക് ആരോടെങ്കിലും ഒക്കെ സംസാരിക്കേണ്ടി വരാറുണ്ട്. എൻ്റെ പേഷ്യൻസ് വരുന്നവര് ഒരു അത്ഭുതം എന്നാണ് പറയേണ്ടത് എന്താണെന്നറിയില്ല. ഞാന് മിക്ക ദിവസവും കാണുന്നവര് ഇത് പ്രാക്ടീസ് ചെയ്യുന്നവർ തന്നെ ഇതിനെ കുറിച്ച് അത്ര അറിയുന്നവരെയൊക്കെയാണ് ഇപ്പൊ ഞാൻ കാണുന്നതും ഞാൻ സംസാരിക്കുന്നതും. അതൊക്കെ അവരൊക്കെ എത്ര ഉന്നതിയിലെത്തി നിൽക്കുന്നു എന്നുള്ളവരെ വരെയൊക്കെയാണ് ഞാൻ കാണുന്നത്. അപ്പൊ അതൊക്കെ എനിക്ക് വലിയൊരു സന്തോഷം തരുന്നുണ്ട്. നമുക്കത് സംസാരിക്കുമ്പോൾ തന്നെ ഒരു മനസ്സിനൊക്കെ ഒരു എന്തോ ഒരു ഫീലിംഗ് ആണ്, നല്ലൊരു സന്തോഷമാണ്. അപ്പോ അറിവ് കിട്ടുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കൊണ്ട് നമുക്കൊരു തിരിച്ചറിവിലേക്ക് പോവുക, അതിലൂടെ നമുക്കൊരു ഈ മോക്ഷം നമ്മൾ ആ ഒരു സ്റ്റേജിലോട്ട് എത്താൻ നമ്മളിങ്ങനെ അടുത്തുകൊണ്ടിരിക്കുന്നു, അതിനുള്ള ഒരു ഞാൻ ശ്രമത്തിലാണ്. ചോദിക്കുന്നത് നമ്മുടെ ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പുള്ള നമ്മളും ഇത് ചെയ്തതിന് ശേഷമുള്ള നമ്മളും 100% മാറ്റം വന്നില്ലേ? അല്ലെങ്കിൽ ഒരു തീർച്ചയായിട്ടും 90 തീർച്ചയായിട്ടും മാർക്കെങ്കിലും സാർ, മാറ്റം വന്നില്ലേ? തീർച്ചയായിട്ടും നമ്മളിപ്പോ എന്നെ പണ്ട് കണ്ടിട്ടുള്ള, അല്ലെങ്കിൽ എന്റെ ഫ്രണ്ട് ഇപ്പൊ 2 വർഷമായിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല. അപ്പൊ എന്നെ അവളിപ്പം കാണുമ്പോ എന്റെ ഓരോ ഇതുകൾ കാണുമ്പോ എന്റെ ഫോട്ടോസോ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ എന്റേത് കാണുമ്പോ പറയുന്നത് തന്നെ, നിസ പഴയ നിസയല്ല, ഞാൻ അന്ന് കണ്ട നിസയല്ല, ഇപ്പോ ഒത്തിരി മാറിപ്പോയിട്ടുണ്ട്. ഒത്തിരി മാറി പോയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആ ഒരു നെഗറ്റീവ് ഇതിലല്ല പറയുന്നത്, ഒത്തിരി മാറി. അപ്പോ അവർക്കും അറിയാം, അവരൊക്കെ ഇതിലൂടെ കടന്നു പോകുന്നവരാണ്. അപ്പോൾ ഞാനും ഇത് തന്നെ ഷെയർ ചെയ്യാറ്. ഇപ്പോ പലർക്കും ഞാൻ എൻ്റെ സാറിന്റെ ഇത് അയച്ചു കൊടുക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. ഇന്ന് തന്നെയും അയച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എന്നാൽ കഴിയുന്നത് ഇതിന്റെ ഇൻഫർമേഷൻ ഞാൻ ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ട്. ആരെങ്കിലും ഒക്കെ ഇതിലൂടെ വന്നാൽ നല്ലതല്ലേ. പക്ഷെ എല്ലാവരും കേൾക്കുമ്പോ തന്നെ അവരങ്ങ് അതിനോട്ട് ശ്രദ്ധിച്ചിട്ട് അയ്യോ ഇങ്ങനെയൊക്കെ ഉണ്ടോ. ചിലരൊക്കെ അത് വളരെ ഒട്ടുമിക്കവരും ഞാൻ ആ പറയുന്നതിനെ അങ്ങ് അക്സെപ്റ്റ് ചെയ്ത് അവര് അപ്പൊ തന്നെ അവർക്കൊരു ഇതാണ്, അവരൊക്കെ അത് അറിയാൻ ആഗ്രഹിച്ചിരുന്ന അത് കിട്ടി എന്നുള്ളൊരു ഇതാണ്. എനിക്ക് പെട്ടെന്ന് നമുക്കും അങ്ങനെയാണല്ലോ, ഈ പറയുന്ന കാര്യം അവര് എടുത്തിട്ടുണ്ടെങ്കിലാണല്ലോ നമുക്കും കേൾക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവുക. അപ്പൊ ആ ഒരു റെസ്പോൺസ് തന്നെയാണ് എനിക്ക് എല്ലാവരിൽ നിന്നും കിട്ടാറ്. നല്ലൊരു അനുഭവമാണ് സർ. ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച്. ഒരു കാര്യം ചെയ്യാം, ഇനി നമുക്ക് സംസാരിക്കാൻ സമയമുണ്ടാവും. നമ്മൾ EFTയിലോട്ട് എന്തുകൊണ്ടാണ് EFT ഇങ്ങനെ പ്രവർത്തിക്കുന്നത്, എന്താണ് EFTയിലൂടെ ചെയ്യുന്നത്, എന്താണ് ആളുകൾക്ക് ഇത്രയും വലിയ മാറ്റങ്ങൾ ഉണ്ടാവാൻ കാരണം, EFT എന്താണ് ആൾക്കാരിൽ ചെയ്യുന്നത്, ഇതുമായി ബന്ധപ്പെട്ട വളരെ കുറഞ്ഞ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു. അതേപോലെ തന്നെ ഹാപ്പി പാർക്കിന്റെ ഒരു മിഷന്റെ പാർട്ടായിട്ട് ഈ ഒരു സത്യം അല്ലെങ്കിൽ EFT എന്ന് പറയുന്ന ഈ ഒരു ടൂള് സർവരിലോട്ടും ഏത് സാധാരണക്കാരിലോട്ടും, കാരണം ഇത് വളരെ എക്സ്പെൻസീവ് ആണ്. മെന്റേഴ്സ് വേണം, പിന്നെ എന്താ പറയാ കുറച്ച് എക്സ്പെൻസീവ് ആണ്. പക്ഷെ അത് സാധാരണമായ എല്ലാവർക്കും ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഹാപ്പി പാർക്ക് 2026 ജൂലൈ മാസം മുതൽ ഒരു യാത്ര തുടങ്ങുക. എന്തുകൊണ്ടാണ് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ മനസ്സ്. ഞാനൊരു ചെറിയൊരു സംഭവം പറയാം. കാസർഗോഡ് ജില്ലയിലെ ഒരു ഫർണിച്ചർ ഷോപ്പിൽ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടി. ഈ പെൺകുട്ടി അവിടെ ജോലി ചെയ്യുന്നു, അവിടെ രാവിലെ വരുന്നു,
ഉച്ചക്ക് ഫുഡ് കഴിക്കുന്നു, അവർ ഫുഡ് കൊണ്ടുവരുന്നു, വൈകുന്നേരം തിരിച്ചു പോകുന്നു, ഒരു നോർമൽ. അവിടെ ഉണ്ടായത് ഒരു ആന്ധ്രാപ്രദേശുകാരനുമായിട്ട് ഈ പെൺകുട്ടി എങ്ങനെയോ അറിയാതെ അടുത്തു. പിന്നെ ആന്ധ്രാപ്രദേശുകാരൻ അവിടെ റിസൈൻ ചെയ്ത് പോയി. പിന്നെയും അവർ തമ്മിലുള്ള ഫോൺ സംഭാഷണങ്ങളും മറ്റൊക്കെ തുടർന്നു. ഒടുക്കം ഈ കുട്ടിയോട് ആന്ധ്രക്കാരൻ പറഞ്ഞു, ഭർത്താവിന് ഉപേക്ഷിച്ചുകൊണ്ട് എന്റെ കൂടെ തിരിച്ചു വരണം എന്ന് പറഞ്ഞു. അവൾ ചെകുത്താന്റെയും കടലിൽ നടുക്കായി. ഒരു വേള അവൾ ചിന്തിക്കുകയാണ്, ഉപേക്ഷിച്ചു പോവാമെന്നതല്ല. ഞാനിപ്പോ പബ്ലിക്കായിട്ട് പറയാൻ പറ്റുമോന്നറിയില്ല. ഏതെങ്കിലും രൂപത്തിൽ ഇഞ്ചുറി വരുത്തിക്കൊണ്ടോ അല്ലെങ്കിൽ കൊലപാതകം തന്നെ നടത്തിയിട്ടോ വേണമെങ്കിൽ തന്റെ കാമുകന്റെ കൂടെ പോവാം എന്ന ഒരു തീരുമാനത്തിലോട്ട് ആ ഒരു കുട്ടി എത്തുകയാണ്. അപ്പൊ ഞാൻ പറയുന്നത് എന്താ ചോദിക്കുകയാണെങ്കിൽ, എന്തുകൊണ്ടാകുന്നു ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ വരുന്നത്? എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഈ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടിക്ക് ബുദ്ധിയുണ്ട്, വിവേകമുണ്ട്, മക്കളുണ്ട്, ഭർത്താവുണ്ട്, കുടുംബമുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും, ഭർത്താവിന് ജോലിയുണ്ട്, ആരോഗ്യമുണ്ട്, സൗന്ദര്യമുണ്ട്, ഇതെല്ലാം ഉണ്ടായിട്ടും ഏതോ ഒരു അന്യദേശക്കാരനായ ഒരാൾ കണ്ണും കൈയും കാണിച്ചപ്പോഴേക്കും അവരുടെ കൂടെ ഇറങ്ങിപ്പോകുവാനും അവരുടെ കൂടെ ജീവിക്കുവാൻ താല്പര്യം കാണിക്കുകയും അതിന് തന്നെ ഇന്നോളം പോറ്റി വളർത്തിയ, തന്നെ സപ്പോർട്ട് ചെയ്ത തന്റെ ജീവന്റെ പാതിയെ വേണമെങ്കിൽ വധിക്കാൻ പോലും തയ്യാറാകുന്ന ഒരു അവസ്ഥയിലോട്ട് ആ കുട്ടി പോവുകയും ചെയ്തതിന്റെ ഒക്കെ ഉള്ളിലുള്ള കാരണം എന്താകുന്നു? അതേപോലെ തന്നെ ഒത്തിരി ആളുകൾ, ഉദാഹരണമായിട്ട് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചെറിയ പ്രായം മുതലേ ഒത്തിരി അസുഖങ്ങൾ വരുന്നു. ചില ആളുകൾക്ക് പാരമ്പര്യമായിട്ട് മാതാപിതാക്കൾക്ക് ഷുഗർ, എന്താ പറയാ, മക്കൾക്ക് എല്ലാവർക്കും ഷുഗർ, അതേപോലെ സഹോദരന്മാർക്ക് ഷുഗർ, ചില ആൾക്കാർ ഹാർട്ട് അറ്റാക്ക്, കൊളസ്ട്രോൾ, ഇങ്ങനെ രോഗങ്ങളാവട്ടെ, സ്വഭാവ ദുഷ്യങ്ങളാവട്ടെ, മാതാപിതാക്കളുടെ ഫാമിലി ക്രാഷായി, മക്കളുടെ ഫാമിലിയും ക്രാഷ്, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ ഉള്ളിൽ ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ എന്തെന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ടത് നമ്മുടെ ബുദ്ധിക്കപ്പുറത്തുള്ള ചില സത്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കണം. നമ്മൾ ബുദ്ധി കൊണ്ട് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധി കൊണ്ട് ആലോചിക്കുന്നതിന് അപ്പുറത്തുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. തന്റെ ഭർത്താവിനെ ഉപേക്ഷിച്ചുകൊണ്ട് മറ്റൊരാളെ കൂടെ പോകുവാൻ ഒരിക്കലും ബുദ്ധി സമ്മതിക്കുകയില്ല. പക്ഷെ എന്തുകൊണ്ട് സംഭവിക്കുന്നു? അപ്പൊ ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 5% മാത്രമേ നമ്മുടെ ബോധമനസ്സ് പ്രവർത്തിക്കുന്നുള്ളൂ. 5%. ഈ 5% തന്നെ പ്രവർത്തിക്കുന്ന ബോധമനസ്സ് ഇടക്കിടക്ക് ഓഫ് ആവുകയും ഓൺ ആവുകയും ചെയ്യും. ഒന്ന് ഉറങ്ങുമ്പോൾ ഓഫ് ആവുന്നു, ഉണരുമ്പോൾ ഓൺ ആവുന്നു. നമുക്ക് ഏതെങ്കിലും സഹിക്കാൻ പറ്റാത്ത വേദന വന്നാൽ അത് ഓഫ് ആവുന്നു, വീണ്ടും അത് ഓൺ ആകുന്നു. ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല, ഈ ബോധമനസ്സിന് 5% എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ 1% പോലും പറഞ്ഞ സയന്റിസ്റ്റുകളുണ്ട്. കാരണം ഓരോ സെക്കൻഡിലും ട്രില്യൺ കണക്കിന് കാൽക്കുലേഷൻസുകൾ വേണം നമ്മുടെ ജീവനെ ഇതുപോലെ നിലനിർത്തുവാൻ. ട്രില്യൺ കണക്കിന് കാൽക്കുലേഷൻസുകൾ നടത്തേണ്ടതുണ്ട്. സ്വാഭാവികമായിട്ടും ഈ ചെറിയ ബോധം നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ട്, ചിലപ്പോ ചില ആൾക്കാർ ഇങ്ങനെ ചിന്തിക്കും. ഇപ്പൊ ഇവിടെ ഒത്തിരി ആൾക്കാർ സംസാരിച്ചല്ലോ, എങ്ങനെ ഇവരൊക്കെ ഇഷ്യൂസ് മാറി? അതുപോലെ വേറൊരാൾ സംസാരിച്ചു, സാർ എനിക്ക് ഒത്തിരി ഇഷ്യൂസുകൾ ഉണ്ട്. എന്താ ഇഷ്യൂസിന് കാരണം? എങ്ങനെ ഇത് മാറ്റാൻ സാധിക്കും? അപ്പോ ബുദ്ധി കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ബോധം കൊണ്ടോ ചിന്തിക്കുമ്പോൾ ഒരുപക്ഷെ ഇതിനൊരു ഉത്തരം കിട്ടിക്കോളമെന്നില്ല. അതിനപ്പുറത്തേക്കാണ് സത്യം. അതാണ് EFT എന്ന ടൂൾ ഞാൻ ഇവിടെ അവതരിപ്പിക്കുവാനുള്ള കാരണം നമ്മുടെ ബോധമനസ്സ് ഒരിക്കലും പെർമനന്റ് അല്ല. പെർമനന്റ് ആയ മനസ്സിനെ ആശ്രയിക്കുവാൻ നമ്മൾ പഠിക്കുക. പെർമനന്റ് ആയ മനസ്സ് ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും സർവ്വസമയത്തും ട്രില്യൺ കണക്കിന് മൂവ്മെന്റുകൾ, ട്രില്യൺ കണക്കിന് കാൽക്കുലേഷൻസുകൾ ഓരോ സെക്കൻഡിലും നടത്തുന്ന ഉപബോധ മനസ്സെന്ന് പറയുന്ന അതിശക്തമായിട്ടുള്ള ഈ ഒരു മനസ്സിനെ ഉപയോഗിക്കുവാൻ ഒരു മനുഷ്യൻ പഠിക്കുന്ന നിമിഷം അയാളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ തുടങ്ങും. ബോധ മനസ്സിനപ്പുറമാണ് ഈ സത്യം. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ പല ആൾക്കാരും EFT കൊണ്ട് എൻ്റെ ഇഷ്യൂസുകൾ മാറുമോ, EFT കൊണ്ട് എൻ്റെ വേദനകൾ മാറുമോ, EFT കൊണ്ട് എൻ്റെ അസുഖങ്ങൾ മാറുമോ എന്ന് ചോദിക്കുമ്പോൾ ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോൾ ഇതിപ്പോ എങ്ങനെ മാറും? ഇതെങ്ങനെ മദ്യപാനം നിർത്തും? എങ്ങനെ സ്വഭാവ ദുഷ്യങ്ങൾ ഒഴിവാകും? എങ്ങനെ മനസ്സിന്റെ വേദനകൾ മാറും?
എങ്ങനെ സമാധാനത്തിൽ പോകാൻ സാധിക്കും, എങ്ങനെ മോശമായ ബന്ധങ്ങൾ ചാടാതെ രക്ഷപ്പെടാൻ സാധിക്കും, ഇതൊന്നും നമുക്ക് നമ്മുടെ ബോധ മനസ്സുകൊണ്ട് ചിന്തിച്ച ഒരുപക്ഷെ കിട്ടില്ല. മനസ്സിലായില്ലേ? നമ്മുടെ തന്നെ ജീവിതത്തിൽ നമ്മുടെ തന്നെ ഓരോ ദിവസം കടന്നു പോകുമ്പോൾ നമ്മൾ പോലും അറിയാത്ത എല്ലാ കാര്യങ്ങളും സംഭവിക്കുന്നത്. ഉറക്കം വരിക, നമ്മൾ അറിയുന്നുണ്ടോ? നമ്മൾ ഉറക്കം വരാൻ വേണ്ടിയിട്ട് ബുദ്ധി കൊണ്ട് പറയാണ് ഇപ്പോൾ ഉറക്കം വരട്ടെ, വരുന്നില്ല. അത് ഉറക്കം വരുന്നത് നമ്മുടെ ഉപബോധ മനസ്സാകുന്നു. വിശക്കുന്നത്, ദാഹിക്കുന്നത്, ദേഷ്യം പിടിക്കുന്നത്, വേദനിക്കുന്നത്, സുഖം അനുഭവപ്പെടുന്നത്. ചില ആൾക്കാർക്ക് ഒരു കാര്യവും മനസ്സിലാവുന്നില്ല, വല്ലാത്ത ദുഃഖം, എപ്പോഴും ഒരുതരം വിഷാദം, മനസ്സിന്റെ ഉള്ളിൽ മുഴുവൻ ഒരുതരം വിഷാദം, ഒരുതരം സങ്കടം. അവർക്കറിയില്ല എന്താ കാരണം. ബുദ്ധി അല്ലെങ്കിൽ ബോധത്തിന് താല്പര്യം സുഖമായി നിൽക്കാനാണ്, പക്ഷെ മനസ്സിനൊരു ഭാരം. ഇതെല്ലാം നമ്മുടെ ബുദ്ധിക്കപ്പുറമുള്ള ഉപബോധ തലമാകുന്നു നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും നമ്മുടെ കൺട്രോളിലേ അല്ല. അകത്ത് നടക്കുന്ന ഒരു കാര്യവും നമ്മുടെ കൺട്രോളിലല്ല. അകത്ത് നടക്കുന്ന ഒരു കാര്യവും നമ്മുടെ കൺട്രോളിലല്ല. മിനിമം 23,000 തവണയെങ്കിലും 23,000 തവണയെങ്കിലും നമ്മൾ ബ്രീത്ത് എടുത്ത് വിടുന്നു. നമ്മളെ കൺട്രോളിലല്ല. ഓരോ സെക്കൻഡിലും ട്രില്യൺ കണക്കിന് ചലനങ്ങൾ നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്നു. നമുക്കതിനെ കുറിച്ച് ഒരു ധാരണയും ഇല്ല, ബോധത്തിന് അറിയില്ല. ട്രില്യൺ കണക്കിന് കാൽക്കുലേഷൻസുകൾ നടക്കുന്നു, നമുക്കൊരു ധാരണയില്ല. 6-7 ലിറ്റർ മാത്രം ബ്ലഡ് മാത്രമേ നമ്മുടെ ബോഡിയിലുള്ളൂ. പക്ഷേ 10 കോടി മീറ്റർ ബ്ലഡ് വിഷൽസുകൾ, രക്തക്കുഴലുകൾ നമ്മുടെ ശരീരത്തിലുണ്ട്. ഈ 7 ലിറ്റർ ബ്ലഡിന് ഈ ഇത്രയും വലിയ രക്തക്കുഴലിലൂടെ സഞ്ചരിപ്പിച്ചുകൊണ്ട് കൃത്യമായി നമ്മുടെ ശരീരത്തിന്റെ സർവ്വസ്ഥലത്തും ഓക്സിജനും അതുപോലെ തന്നെ എല്ലാവിധ സന്ദേശങ്ങളും എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സംവിധാനത്തെ കുറിച്ച് നമുക്ക് ഒന്നും അറിയില്ല. മനസ്സിലായില്ലേ? ഓരോ ദിവസം മിനിമം 1,00,000 തവണയെങ്കിലും നമ്മുടെ ഹൃദയം ഇടിക്കുന്നു, നമുക്കറിയില്ല. മിനിമം 20,000 മുതൽ 23,000 തവണയെങ്കിലും നമ്മുടെ കണ്ണുകൾ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, ബ്രെയിൻ റീഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു, നമുക്കറിയില്ല. അപ്പൊ ഞാൻ പറയുന്നു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമുക്ക് ഒന്നും ചെയ്യുവാൻ സാധിക്കാത്ത പക്ഷെ അന്യൂന്യമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശക്തി നമ്മുടെ ഉള്ളിലുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ശക്തിയെ നൂതനമായ ചില വിദ്യകൾ കൊണ്ട് നമുക്ക് നമ്മുടെ ഗുണത്തിന് വേണ്ടി ഉപയോഗിക്കുവാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ അതൊരു മനോഹരമായ സന്തോഷ വാർത്തയല്ലേ പ്രിയപ്പെട്ടവരെ? പ്ലീസ് ടൈപ്പ് സോർണം. ഈ ശക്തിയെ നമ്മൾ അറിയാതെ ഉപയോഗിച്ചത് കൊണ്ടാകുന്നു, അല്ലെങ്കിൽ അജ്ഞാതമായി കൊണ്ട്, അറിവില്ലാതെ, യാതൊരു വിധത്തിൽ ബോധവുമില്ലാതെ നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ടാകുന്നു നമുക്ക് അഹിതമായിട്ടുള്ള ജീവിതങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു ശക്തിയെ ബോധപൂർവം വളരെ ശാന്തമായി ശക്തമായി നമുക്ക് അനുകൂലമായി ഉപയോഗിക്കുവാനുള്ള, അതായത് നമ്മുടെ ബുദ്ധി കൊണ്ട് നമുക്ക് ഒരിക്കലും മനസ്സിലാവില്ല എങ്ങനെ എൻ്റെ അസുഖം മാറും, നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ ബുദ്ധിക്കപ്പുറമുള്ള ഈ ശക്തി ഉപയോഗിക്കുകയാണെങ്കിൽ അസുഖത്തിൽ മാറ്റം വരുത്തുവാൻ സാധ്യമാണ്. നമ്മുടെ ജീവിതത്തിലെ സാമ്പത്തിക പ്രതിസന്ധികൾക്ക് കുരുക്കഴിക്കുവാൻ സാധ്യമാണ്. അതേപോലെ തന്നെ കുടുംബ ബന്ധം ശരിപ്പെടുത്തുവാൻ സാധ്യമാണ്. അങ്ങനെയെങ്കിൽ ഈ ഒരു മാന്ത്രിക ടൂൾ അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിക്കപ്പുറത്ത് നിന്നുകൊണ്ട് നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിക്കുവാൻ പോലും സാധിക്കാതെ, നമുക്ക് എന്താ ചിന്തിക്കാൻ പറ്റുക? ഒരു 10 പേർ ഒരേ സമയത്ത് ഫോൺ വിളിച്ച് ഒരു കാര്യം പറയാൻ, ഒരാൾ പറഞ്ഞു സാർ നിങ്ങൾ അങ്ങോട്ട് വരണം, അങ്ങോട്ട് വരാൻ വേണ്ടി സാറോട് പറയുന്നു, ഇപ്പുറത്ത് വൈഫ് വിളിച്ചിട്ട് പറയുന്നു ഇന്ന കാര്യം വേണം, മക്കൾ വിളിച്ച് ആ കാര്യം പറയുന്നു, സഹോദരങ്ങൾ ഇക്കാര്യം പറയുന്നു, കമ്പനി ഒരു 10 ആൾക്കാർ വിളിക്കുമ്പോഴേക്കും നമ്മൾ ജാമായി പോകും.
മനസ്സിലായില്ലേ? നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവസാനം ചില സമയത്ത് ഫോൺ അങ്ങ് വെച്ചിട്ട് എന്ത് ചെയ്യും? ഒന്നും ചെയ്യേണ്ട, മിണ്ടാണ്ടിരിക്കുക എന്ന് പറയും. അത്രയേ നമുക്ക് ബോധത്തിന് അറിയൂ. എന്നാൽ ആ ഒരു സെക്കൻഡ് കൊണ്ട് ട്രില്യൺ കണക്കിന് കാര്യങ്ങൾ ചെയ്യുവാൻ നമുക്ക് ബുദ്ധിക്കപ്പുറമുള്ള നമ്മുടെ ഉള്ളിലുള്ള ആ ശക്തിയെ കൊണ്ട് സാധ്യമാണ്. അതിനെ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഓപ്പറേഷൻ നടത്തുവാൻ താല്പര്യമുള്ള ആൾക്കാർ ഒന്നും ടൈപ്പ് ചെയ്തേ. ഞാൻ കണ്ടില്ല. ഒന്ന് ടൈപ്പ് ചെയ്തേ. എത്ര പേര് ടൈപ്പ് ചെയ്തു? ഒന്ന് ടൈപ്പ് ചെയ്തേ. യെസ്, വെരി ഗുഡ്. അതാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. കാരണം നമ്മൾ അറിയാത്ത കലവറയിലാകുന്നു എല്ലാ പ്രശ്നങ്ങളും ഒളിഞ്ഞിരിക്കുന്നത്, എല്ലാ അവസരങ്ങളും ഒളിഞ്ഞിരിക്കുന്നത്, എല്ലാ സ്കില്ലും ഒളിഞ്ഞിരിക്കുന്നത്. ഉദാഹരണമായിട്ട് ചില ആൾക്കാർ ജീവിതത്തിൽ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ അവരുടെ ആ ആർക്കൈവ് മെമ്മറിയിൽ ആ പ്രതിസന്ധി അങ്ങ് സേവായി കിടക്കും. ആ പ്രതിസന്ധി സേവായി കിടന്ന് അത് ഹാബിറ്റായി കഴിഞ്ഞാൽ പിന്നെ പ്രതിസന്ധി അനുഭവിക്കുകയല്ലാതെ വേറെ വഴിയില്ല. കാരണം പ്രപഞ്ചത്തിൽ സർവ്വതും വൈബ്രേഷനിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സർവ്വതും വൈബ്രേഷൻ ആകുന്നു. അപ്പൊ ഒരാളുടെ ആർക്കൈവ് മെമ്മറിയിൽ പ്രതിസന്ധികളും രോഗങ്ങളും ദുഃഖങ്ങളും ഒക്കെ ആകുന്നു അയാളുടെ ആർക്കൈവ് മെമ്മറിയിൽ സൂക്ഷിച്ചിട്ടുണ്ട് എങ്കിൽ അയാൾക്ക് സെല്ലുകളിലൂടെ പുറത്തോട്ട് പ്രക്ഷേപണം ചെയ്യുവാൻ സാധിക്കുന്നത് ഈ പറയപ്പെട്ട ദുരന്തങ്ങളും ഇഷ്യൂസുകളും മാത്രമായിരിക്കും. അയാൾ ഏതൊരു വൈബ്രേഷനെയാണോ പുറത്തോട്ട് വിടുന്നത് ആ വൈബ്രേഷൻ ഒത്ത അനുഭവങ്ങളല്ലാതെ അയാളുടെ ജീവിതത്തിലോട്ട് വരിക അസാധ്യമാകുന്നു. അതുകൊണ്ടാണ് ചില ആൾക്കാരൊക്കെ പറയും, സാർ എനിക്ക് ഒരുപാട് അറിയാം, എനിക്ക് ലോ ഓഫ് അട്രാക്ഷൻ അറിയാം, എനിക്ക് അതറിയാം, ഇതറിയാം. ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നമുക്ക് എന്തറിഞ്ഞാലും ശരി, നമുക്ക് യഥാർത്ഥത്തിൽ അനുഭവിക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ മാത്രമേ നമ്മൾ ജ്ഞാനികളാവുന്നുള്ളൂ. ഉദാഹരണമായിട്ട് ഒരാൾ പറയാണ്, എനിക്ക് ലോ ഓഫ് അട്രാക്ഷൻ നന്നായിട്ട് അറിയാം, അല്ലെങ്കിൽ എനിക്ക് മനസ്സിനെ കുറിച്ച് നന്നായിട്ട് അറിയാം, എനിക്ക് പണം ഉണ്ടാക്കാൻ നന്നായിട്ട് അറിയാം, എനിക്ക് ജീവിതത്തിൽ സന്തോഷവും സുഖവും ഒക്കെ എൻ്റെ തന്നെ മനസ്സിന്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ അറിയാം എന്ന് ഒരാൾ പറഞ്ഞാൽ അത് വിശ്വസിക്കണമെങ്കിൽ അയാൾ അത് ഉണ്ടാക്കി കാണിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ അത് വൃഥാവേരം മാത്രമാണ്. മനസ്സിലായോ? ഒരാൾ പറയാണ്, നമ്മൾ വീട്ടിൽ വന്ന് പറയാൻ, എനിക്ക് കമ്പ്യൂട്ടർ അറിയാം, നമ്മൾ ജോലി കൊടുക്കോ ഇല്ല. അയാൾ ആ കമ്പ്യൂട്ടറിൽ ആ വർക്ക് ചെയ്ത് നമ്മൾ പറഞ്ഞ വർക്ക് ചെയ്ത് കാണിച്ചു തരണം. അപ്പോഴാണ് അയാൾക്ക് അറിയാം എന്ന് പറയാൻ പറ്റൂ. ഒരാൾ പറയാം എനിക്ക് മൊബൈൽ സർവീസ് അറിയാം, അത് പരിഗണിക്കപ്പെടില്ല. ഒരാൾക്ക് മൊബൈൽ സർവീസ് അറിയാമെന്ന് ഒരാൾ പറഞ്ഞാൽ മാത്രം പോരാ, അത് അയാൾ പ്രകടിപ്പിച്ച് കാണിക്കണം. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരുവാനുള്ള ഒരുപാട് പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. എനിക്ക് ഒരുപാട് അറിവുകളുണ്ട്. ഉപബോധ മനസ്സിന്റെ ശക്തിയെ കുറിച്ച് എനിക്ക് നല്ല ധാരണയുണ്ട്. എനിക്കതിനെ സ്വാധീനിക്കുവാൻ സാധിക്കും എന്നൊക്കെ നിങ്ങൾ പറഞ്ഞുവെങ്കിൽ അത് പ്രകടമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കണം. കാരണം ആർക്കൈവ് മെമ്മറി, മസിൽ മെമ്മറി, ഈ നമ്മുടെ ഉപബോധ മനസ്സിന്റെ ഫോൾഡറിൽ മാറ്റിക്കുന്ന ഈ പറയപ്പെട്ട മെമ്മറികളാകുന്നു. ഈ മെമ്മറികൾക്ക് ഒത്ത ചിന്തകൾ മാത്രമേ നമ്മിലോട്ട് വരൂ. ആ മെമ്മറിയിലോട്ട് പുതിയ രൂപത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ, ബൈപ്പാസ് ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ നമുക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ ഒരിക്കലും പുതിയ അനുഭവം മനുഷ്യന് കിട്ടില്ല. മനസ്സിലായില്ലേ? അപ്പൊ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഞാൻ ഒന്ന് പറഞ്ഞെന്താ ചോദിക്കുകയാണെങ്കിൽ, നമ്മൾ പോലും അറിയാതെ നമ്മുടെ ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു ഉപബോധ തലമാകുന്നു. ഈ ഉപബോധ തലത്തിന്റെ ശക്തി എന്ന് പറയുന്നത് അവിശ്വസനീയമാകുന്നു. നമുക്ക് ബുദ്ധി കൊണ്ട് ചിന്തിക്കുവാൻ കഴിയില്ല. ഞാൻ പറഞ്ഞു, 10 പേര് ഒരേ സമയം ഒരേ കാര്യം 10 കാര്യം ഒരാളോട് പറഞ്ഞാൽ അയാൾക്ക് ഭ്രാന്താകും. എന്നാൽ അതേ സമയത്ത് തന്നെ ലക്ഷോപലക്ഷം ട്രില്യൺ കണക്കിന് കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുന്ന ഉപബോധ മനസ്സ് നമ്മുടെ കൂടെ ഉണ്ട്. ആ ഉപബോധ മനസ്സിന്റെ ഉള്ളിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ സന്നിവേശിപ്പിക്കപ്പെട്ട ഫയലുകളാകുന്നു. മനസ്സിലായോ? ചില ആൾക്കാരൊക്കെ പറയാറുണ്ട്, സാറേ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അവന്
എന്താ പറയാ, വെച്ചടി കയറ്റമാണ് സർ. പരിധിയില്ലാത്ത പണം കിട്ടും. അവന് കൂടെ തന്നെ പഠിച്ച മറ്റവൻ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഫുൾ A+ഉം എല്ലാം ഉണ്ടായിരുന്നു, പക്ഷെ ജീവിതത്തിൽ പക്കാ പരാജയം. ഞാൻ പറയുന്നു, നമ്മുടെ ആർക്കൈവ് മെമ്മറിയിൽ പോയി നമ്മുടെ ഹാർഡ് ഡിസ്കിൽ ഫോൾഡറിൽ കിടക്കുന്ന ആ ഫോൾഡർ എന്താണോ, അത് ഏത് വികാരങ്ങൾ കൊണ്ടാണോ അത് സേവ് ചെയ്യപ്പെട്ടത്, ആ വികാരങ്ങൾക്കനുസരിച്ച് സെല്ലുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന വൈബ്രേഷൻ അനുസരിച്ചല്ലാതെ ഒരു ആറ്റത്തിന്റെ തൂക്കം ഗുണം അയാൾക്ക് കിട്ടില്ല. അപ്പൊ ഒരുപാട് നോളജ് ഉള്ളത് കൊണ്ട് മാത്രം മനുഷ്യൻ രക്ഷപ്പെടില്ല. അതുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇത്തരത്തിലുള്ള ടൂളുകൾ ഉപയോഗിക്കാൻ പഠിക്കണം എന്ന് മനുഷ്യനോട് പറയാൻ കാരണം, എല്ലാ ഹാബിറ്റുകളും അതുപോലെ മെമ്മറീസുകളും ഒക്കെ ഉള്ളിൽ കിടക്കുന്നത്, എല്ലാം ഒളിഞ്ഞിരിക്കുന്നത് ഈ പറയപ്പെട്ട ഉപബോധ തലമാകുന്നു. എല്ലാ മെമ്മറിയും അവിടെ ഉണ്ട്, എല്ലാ മെമ്മറിയും. ഇപ്പൊ ചെറിയ ആൾക്കാരൊക്കെ കാണാം, പൂച്ചയെ പേടി, കൂറയെ പേടി, പല്ലിയെ പേടി, മനസ്സിലായില്ലേ? അതെനിക്ക് എപ്പോഴും ഒരുതരം ദുഃഖം, അല്ലെങ്കിൽ പെട്ടെന്ന് കരച്ചിൽ വരിക, അല്ലെങ്കിൽ പെട്ടെന്ന് ദുഃഖം വരിക, എന്തെങ്കിലും കേൾക്കുമ്പോഴേക്കും തളർന്ന് വീഴുക. എന്തുവാ കാരണം? ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും രൂപത്തിലുള്ള മെമ്മറീസ് ഉള്ളിൽ കിടക്കുന്നു. ഈ മെമ്മറികളാകുന്നു അനുഭവങ്ങളായിട്ട് വരിക. ഓരോരുത്തരുടെയും കൂടെയുള്ള മാലാഖ എന്ന് പറയുന്നത് അവന്റെ മെമ്മറിയാകുന്നു. ഈ മെമ്മറിക്കൊത്ത ദൂതന്മാർ മാത്രമേ, ചിന്തകൾ മാത്രമേ അയാൾക്ക് പ്രൊഡ്യൂസ് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. അതിനപ്പുറത്തോട്ട് അയാൾക്ക് സാധ്യമല്ല. അതുകൊണ്ട് ഈ മെമ്മറിയിലോട്ട് ഇടപെട്ടുകൊണ്ട് അവിടെ മാറ്റങ്ങൾ വരുത്തി, അതിന് മാറ്റം വന്നതിന് അടിസ്ഥാനത്തിലുള്ള പുതിയ ചിന്തകൾ പ്രൊഡ്യൂസ് ചെയ്യുവാൻ ഏത് കാലത്ത് മനുഷ്യന് സാധിക്കുന്നുവോ അന്ന് മാത്രമേ ആ മനുഷ്യൻ രക്ഷപ്പെടുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ EFT എന്ന് പറയുന്ന ടൂളിനെ കുറിച്ച് ഞാൻ കൃത്യമായി പറയാൻ കാരണം, ആൾക്കാരുടെ ഉള്ളിൽ ഈ ആർക്കൈവ് മെമ്മറി അനുസരിച്ച് ഒരു പ്രത്യേക സെറ്റിംഗ് പോയിന്റിൽ ആൾക്കാരുണ്ടാവും, ഒരു പ്രത്യേക സെറ്റിംഗ് പോയിന്റ്. ഉദാഹരണമായിട്ട് ബ്രെയിൻ്റെ 4-5 ടൈപ്പ് ഓഫ് വേവ്സുകൾ ഉണ്ട്. ബ്രെയിന് 4-5 ടൈപ്പ് ഓഫ് വേവ്സുകൾ ഉണ്ട്. ഉദാഹരണമായിട്ട് ബ്രെയിൻ വേവ്സ് 0 to 4, 4 to 7, 7 to 13, 13 to 13 മുതൽ 35 വരെ, 13 to 35, 35 മുകളിൽ അല്ലെങ്കിൽ 40 മുകളിൽ. ഉദാഹരണമായിട്ട് ഒരാളുടെ ബ്രെയിൻ വേവ്സ് ഒരു 25, 30, 35 സെറ്റായി കഴിഞ്ഞാൽ, 35 ഒരാൾ ബ്രെയിൻ വേവ്സ് സെറ്റായാൽ അയാളുടെ ആർക്കൈവ് മെമ്മറി, അയാളുടെ ഹാർഡ് ഡിസ്കിൽ കിടക്കുന്നത് മുഴുവനും ദുഃഖങ്ങളും ദുരന്തങ്ങളും വിഷമങ്ങളും സങ്കടങ്ങളും ആയിരിക്കും. EFT എന്ന ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ആ ബ്രെയിൻ വേവ്സ് നേരെ കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും. ഒരു 12, 13, 15 ലെവലിൽ നിർത്താൻ പറ്റും. ഒരു 12, 15 ലെവലോട്ട് നമ്മുടെ ബ്രെയിൻ വേവ്സിനെ സ്ഥിരമായി നിർത്തിയാൽ, ഏതെങ്കിലും സമയത്ത് നിർത്തുന്ന കാര്യമില്ല ഞാൻ പറയുന്നത്, സ്ഥിരമായി നിർത്തിയാൽ അതിനർത്ഥം അയാളുടെ ആർക്കൈവ്, അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ഹാർഡ് ഡിസ്കിലുള്ള ഒരുപാട് മെമ്മറികളെ ഒരുപാട് അന്ധകാരങ്ങളിലോട്ട് പ്രകാശം കയറി അതിൽ മാറ്റം സംഭവിച്ചു എന്നതാകുന്നു. അങ്ങനെ മാറ്റം സംഭവിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അയാളുടെ ജീവിതവും മാറും. ഇതൊരു ചെറിയ കാര്യമല്ല. ഞാൻ കണ്ടില്ലേ, നമ്മള് ഒത്തിരി ആൾക്കാരോട് പറയുമ്പോൾ അവർക്ക് ഇത് മനസ്സിലാവില്ല. അവരിങ്ങനെ ചിന്തിക്കും, ഇത് എന്താ പറയാ, പിന്നെ വർക്ക് ചെയ്യോ? അതാ ഞാൻ പറയുന്നത്, ബുദ്ധിക്കപ്പുറമാകുന്നു സത്യം, ബുദ്ധിക്കപ്പുറമാകുന്നു സത്യം, ബുദ്ധിക്കപ്പുറമാകുന്നു സത്യം. മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ പറയുന്നു, ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, EFT എന്ന് പറയുന്ന ടൂൾ നമ്മുടെ ബുദ്ധിക്കപ്പുറമുള്ള സത്യം, ഉപബോധ മനസ്സിനെ സ്വാധീനിക്കുവാനുള്ള ഒരു താക്കോലാകുന്നു. എന്തുവാ ഉപബോധ മനസ്സെന്ന് പറഞ്ഞാൽ? ഉപബോധ മനസ്സിന് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സർവ്വ പ്രശ്നങ്ങളെയും പരിഹരിക്കുവാൻ സാധിക്കും. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഏത് പ്രശ്നങ്ങളെയും പരിഹരിക്കുവാൻ ഉപബോധ മനസ്സിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പൊ ചില ആൾക്കാർ ചിന്തിക്കും, ദൈവത്തിനല്ലേ സർ നിങ്ങൾ ദൈവനിഷേധം പറയുകയാണോ? ഉപബോധ മനസ്സ് പ്രപഞ്ചബോധവുമായിട്ട് കണക്റ്റഡ് ആകുന്നു, പ്രപഞ്ചബോധവുമായി കണക്റ്റഡ് ആകുന്നു. അത് ഏത് രൂപത്തിലാണോ കണക്ഷൻ കൊടുക്കുന്നത് അനുസരിച്ചാണ് നമുക്ക് ലഭിക്കുക. ഉദാഹരണമായിട്ട് നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയും ബ്രെയിനിൽ. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അതിനിടെ, അതായത്
ഒരു കെമിക്കൽ ഉണ്ട്, അതാ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയും. ഈ കെമിക്കലുകൾ ഏതാണോ അതനുസരിച്ച് ഫീലിംഗ് ആ മനുഷ്യനുണ്ടാവുക. ഈ കെമിക്കലുകൾ കോർട്ടിസോളോ അല്ലെങ്കിൽ എന്താ പറയാ ഡോപമിനോ ഒക്കെ ആണെങ്കിൽ, കോർട്ടിസോൾ കൊണ്ടാകുന്നു നിങ്ങൾ ന്യൂറോൺസുകളെ പരസ്പരം ബന്ധിച്ചതെങ്കിൽ ഉറപ്പായാൾക്ക് നരകമായിരിക്കും ഉണ്ടാവുക, പ്രശ്നം ഉണ്ടാവും. ഡോപമിനോ ഓക്സിറ്റോസിനോ കൊണ്ടാണ് ബന്ധിച്ചതെങ്കിൽ ഉറപ്പായിട്ടും അയാൾക്ക് നല്ല ജീവിതം ഉണ്ടാവും. അപ്പൊ ഞാൻ പറയുന്നത് എന്താ ചോദിക്കുകയാണെങ്കിൽ, നമ്മൾ പ്രപഞ്ചബോധവുമായിട്ട് എങ്ങനെയാണോ നമ്മളെ ബന്ധിച്ചത്, അത് ദുഃഖവും ദുരന്തവും പരാജയവും നിരാശയും ലോ വൈബ്രേഷനും കൊണ്ടാണോ എങ്കിൽ നമുക്ക് ദുരന്തങ്ങളെ വരൂ. ഞാൻ ചോദിക്കട്ടെ, ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തേ തോന്നുന്നുവെങ്കിൽ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് ചോദിക്കട്ടെ, എത്രയോ ആളുകൾ കരഞ്ഞു വിളിച്ച് പ്രാർത്ഥിക്കുന്നു, വഴിപാടുകൾ ചെയ്യുന്നു, നേർച്ചകൾ ചെയ്യുന്നു, ജീവിതത്തിൽ എന്തേ മാറ്റം ഉണ്ടാവാത്തത്? എന്തുകൊണ്ട് ജീവിതത്തിൽ മാറ്റം ഉണ്ടാവുന്നില്ല? അവർ ഈ പ്രപഞ്ചബോധവുമായിട്ടുള്ള കണക്ഷൻ ഇതാകുന്നു, ഏതാകുന്നു? ദുരന്ത രൂപത്തിലുള്ള കണക്ഷൻസാ കൊടുത്തത്. അപ്പൊ അവർക്ക് ദുരന്തം കൊടുക്കുന്നു. അത് നമ്മുടെ ഉള്ളിൽ പ്രപഞ്ചബോധത്തിൽ ഇടപെട്ടുകൊണ്ട് മാറ്റം വരുത്തുവാൻ നമ്മുടെ ഉള്ളിൽ നൽകപ്പെട്ട ടൂളാകുന്നു ഉപബോധ മനസ്സ്. അതുകൊണ്ട് നമ്മിൽ ഒരു മാറ്റം വരുത്താതെ ആകാശത്തിരിക്കുന്ന ദൈവം നമ്മളിൽ എന്തെങ്കിലും മാറ്റം വരുത്തുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. അങ്ങനെ വിചാരിക്കുകയാണെങ്കിൽ ഈ പറയപ്പെട്ട വിശ്വാസികളും ഈ പറയപ്പെട്ടവരൊക്കെ വളരെ മനോഹരമായി ജീവിക്കേണ്ടിയിരുന്നു. നമ്മളുടെ അനുഭവത്തിൽ അങ്ങനെയുണ്ടോ പ്രിയപ്പെട്ടവർ? ഒന്ന് ടൈപ്പ് ചെയ്തേ. നമ്മുടെ അനുഭവത്തിൽ നമ്മുടേതായിട്ടുള്ള യാതൊരു ചിന്തയും യാതൊരു പ്രവർത്തനവും ഒന്നുമില്ലാതെ നമ്മൾ നെഗറ്റീവായി ചിന്തിക്കുകയും സങ്കടത്തിലും ദുഃഖത്തിലും നിൽക്കുകയും കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നോക്കുക. എന്നിട്ട് ദൈവം വല്ലാത്ത അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തരുന്ന അനുഭവം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ? ആരെങ്കിലും അങ്ങനെ അനുഭവം വ്യക്തിപരമായിട്ടുണ്ടോ? നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? പ്ലീസ് ടൈപ്പ് എസ് ഓർ നോ. പ്ലീസ് ടൈപ്പ് എസ് ഓർ നോ. അങ്ങനെ അനുഭവം ഇല്ല. അങ്ങനെ അനുഭവം ഇല്ല. നമുക്ക് മാറണമെങ്കിൽ നമ്മളായിട്ട് നമ്മുടെ ആ ഉപബോധ തലത്തിൽ ഇടപെട്ടേ പറ്റൂ. വേറെ ഒരു വഴിയുമില്ല. അതാണ് ഹാപ്പി പാർക്ക് എത്ര ആഴത്തിലാണ് ഈ സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതത്തിൽ, പതിനായിരക്കണക്കിന് ആളുകളുടെ ജീവിതത്തിൽ ഈ രൂപത്തിൽ മാറ്റം കൊണ്ടുവരുന്നത്, ഈസിയായി മാറ്റം കൊണ്ടുവരുന്നത് നമുക്കുള്ള ഈ ബോധ്യമാകുന്നു. അതുകൊണ്ടാണ് EFT എന്ന് പറയുന്ന ടൂള് ഏറ്റവും ഈസി ആയിട്ട് ഒരു മനുഷ്യന്റെ ഉള്ളിൽ പോയിട്ട് മാറ്റം കൊണ്ടുവരുവാൻ സാധിക്കും. മനസ്സിലായില്ല? അപ്പോ ഞാൻ പറഞ്ഞു, അനൈച്ഛികമായ സർവ്വ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്ന ഉപബോധ മനസ്സാകുന്നു. അതുപോലെ തന്നെ വിജയം, പരാജയം, അതുപോലെ തന്നെ ഹാബിറ്റ്സുകൾ. ഒത്തിരി ആൾക്കാർ പറയാറുണ്ട്, സാറേ എനിക്ക് പുകവലി നിർത്താൻ പറ്റുന്നില്ല, മദ്യപാനം നിർത്താൻ പറ്റുന്നില്ല. കാരണം അങ്ങനെ ആർക്കൈവ് മെമ്മറി അയാളുടെ ഉള്ളിൽ ഉണ്ട്. ഈ ആർക്കൈവ് മെമ്മറി ഉണ്ടായിട്ടും അയാൾ ബുദ്ധി കൊണ്ട് ബോധം കൊണ്ട് ചിന്തിക്കുകയാണ്, ദൈവമേ ഇതൊക്കെ നിർത്തി കിട്ടിയാൽ നന്നായിരുന്നു, അയ്യോ ഈ ദുശ്ശീലം. കാരണം നിർത്താൻ പറ്റൂല, ആ ലെവൽ അവിടെ കുടുങ്ങിക്കിടക്കാകുന്നു. അത് മനസ്സിലായില്ല? അതുപോലെ മെമ്മറി, ചില ആൾക്കാരൊക്കെ ഉണ്ട് ഒരു 10, 30, 40 വർഷം മുമ്പ് കഴിഞ്ഞു പോയ മെമ്മറി പോലും ഇപ്പോഴും ഇങ്ങനെ അയവരച്ച് മുന്നോട്ട് വരുന്നു. സർവ്വതും അവിടെ കൃത്യമായി ഫോൾഡറിൽ അവിടെ അടക്കി ഒതുക്കി വെച്ചിരിക്കുന്നു. മനസ്സിലായില്ലേ? ഇതിനെ കൈകാര്യം ചെയ്യാൻ നമുക്ക് ഒരിക്കലും നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് സാധ്യമല്ല. താൽക്കാലത്തേക്ക് സാധ്യമല്ല എന്ന് ഉറപ്പാണ്. നമ്മുടെ ഈ ബുദ്ധിയും ബോധവും വിവരം വെച്ചുകൊണ്ട് സാധ്യമല്ല. അതിനപ്പുറത്തോട്ട് പോകണം. അതാണ് ഇങ്ങനെയുള്ള ട്രെയിൻ. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചോദിക്കുകയാണെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ വിജയിക്കുവാൻ ആവശ്യമായ സർവ്വ ഇൻഫർമേഷൻസുകളും ഐഡിയാസും ഇവിടെ അവൈലബിൾ ആണ്. ഞാനും നിങ്ങളും ജീവിക്കുന്നത്, ജീവിതത്തിൽ ദുരന്തം പേറി നടക്കുന്ന ആൾക്കാരുണ്ട്, വെച്ചടി കയറ്റം, സന്തോഷം, സമൃദ്ധി, സമാധാനം, ഇങ്ങനെ പോസിറ്റീവായ അനുഭവങ്ങളിലൂടെ പോകുന്ന ആൾക്കാരുണ്ട്. ഓരോ ദിവസവും 10,000 രൂപ വരുമാനം ഉണ്ടാക്കുന്നവരുണ്ട്. ഒരു ദിവസം 500, 1000 വരുമാനം ഉണ്ടാക്കുന്നവരുണ്ട്. ലക്ഷങ്ങളും കോടികളും സമ്പാദിക്കുന്നവരുണ്ട്. ഇവരെല്ലാവരും ഒരേ സൂര്യന് ചോട്ടിൽ, ഒരേ ഭൂമിയിൽ, ഒരേ അറ്റ്മോസ്ഫിയറിൽ ജീവിക്കുന്നു. എന്തുകൊണ്ട് ഒരാൾക്ക് 500 രൂപയും 1000 രൂപയും മാത്രം പെർ ഡേ കിട്ടുന്നു? വേറൊരാൾക്ക് എന്തുകൊണ്ട് 5000, 10,000 ലക്ഷങ്ങളും കിട്ടുന്നു? ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയുന്നു,
ഈ അറ്റ്മോസ്ഫിയറിൽ നമുക്ക് ആവശ്യമായ എല്ലാ ഐഡിയാസും ഉണ്ട്. ഈ 500ഉം 1000ഉം കിട്ടുന്നവന്റെ ബ്രെയിൻ, അയാളുടെ RAS, ലക്ഷങ്ങളും കോടികളും കിട്ടുന്ന ആശയങ്ങളൊക്കെ വരുമ്പോൾ അതൊക്കെ ഫിൽട്ടർ ചെയ്ത് ഒഴിവാക്കും. എല്ലാം ഫിൽട്ടർ ചെയ്ത് ഒഴിവാക്കും. എല്ലാം ഫിൽട്ടർ ചെയ്ത് ഒഴിവാക്കിയിട്ട് അയാളുടെ RAS എവിടെ പോയി സെറ്റ് ചെയ്തിട്ടുണ്ട്? 500കളിലും 1000ത്തിലും മാത്രം സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് മാത്രം കണ്ടുപിടിച്ച് കഷ്ടി ജീവിക്കുവാനുള്ള വഴി മാത്രം ഇയാൾ കാണിച്ചു കൊടുക്കുന്നു. 5000ഉം 10000ഉം ലഭിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ലക്ഷങ്ങളും കോടികളും കിട്ടുന്ന അവസരങ്ങൾ ഉണ്ടെങ്കിലും അതെല്ലാം ഒഴിവാക്കി 5000ഉം 10000ഉം മാത്രം. അതായത് ഞാൻ പറഞ്ഞെന്താ ചോദിക്കുകയാണെങ്കിൽ, ഇവിടെ എല്ലാം അവൈലബിൾ ആകുന്നു. സന്തോഷത്തോട്, സമൃദ്ധിയോട്, ആശ്വാസത്തോട്, ഐശ്വര്യത്തോടെ ജീവിക്കുവാനുള്ള സർവ്വതും ഇവിടെ അവൈലബിൾ ആകുന്നു. പക്ഷെ നമ്മുടെ ബ്രെയിൻ അത് കാണാത്തതിന് കാരണം നമ്മുടെ ഈ ആർക്കൈവ് മെമ്മറിയും, ആ ആർക്കൈവ് മെമ്മറി അനുസരിച്ച് നമ്മൾ നിരന്തരമായി ചിന്തിച്ച്, ചില ആൾക്കാർ കണ്ടില്ലേ, ഏതെങ്കിലും ഒരു വിഷയം കിട്ടി അതിന്റെ പിന്നാലെ കൂടി മനസ്സ് ഒരു തരം നരകാവസ്ഥയിലോട് പോകുന്നു. അപ്പൊ ഞാൻ പറയുന്നത് എന്താ ചോദിക്കുകയാണെങ്കിൽ, ആ രൂപത്തിലുള്ള ഡൊമിനേറ്റ് ആയിട്ടുള്ള കാര്യം എന്താണോ അതൊഴികെയുള്ളതെല്ലാം നമ്മുടെ സബ് കോൺഷ്യസ് പാർട്ട്, നമ്മുടെ ബ്രെയിന്റെ RAS, റെക്ടിക്കുലർ ആക്ടിവേറ്ററി സിസ്റ്റം ഡിലീറ്റ് ചെയ്യുന്നു. പക്ഷെ ഉപബോധ മനസ്സിനെ സംബന്ധിച്ചിടത്തോളം അതിലെല്ലാം അവൈലബിൾ ആവുന്നു. ഞാൻ ചോദിക്കട്ടെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ചോദിക്കട്ടെ, ഇതൊക്കെ നിങ്ങൾ കേൾക്കുമ്പോഴും നിങ്ങളുടെ RASനെ, നിങ്ങളുടെ ആർക്കൈവ് മെമ്മറിയെ, നിങ്ങളുടെ എന്താ പറയുക ശീലങ്ങളെ മുഴുവനും മാറ്റി ഒരു പുതിയ നിങ്ങളെ സൃഷ്ടിക്കുവാൻ, അതായത് ഇന്നലെ വരെ നമ്മുടെ മനസ്സിൽ കയറാത്ത പുതിയ ആശയങ്ങളും, കുറെ ആശയങ്ങൾ മാത്രം കിട്ടിയ പോലെ. അതാ EFTയുടെ പ്രത്യേകത. EFT എന്ന് പറയുന്നത് ഒരുപാട് ആശയങ്ങൾ പറയാന്നുള്ളതല്ല. EFT എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിന്റെ വേവ്സിനെ കുറക്കുന്നു. EFT ചെയ്യുമ്പോൾ ആദ്യം കുറയും. ആദ്യം ഈ വേവ്സ് കുറയും. ബ്രെയിനിന്റെ വേവ്സ് കുറയുമ്പോൾ അതിനാനുപാതികമായി ചിന്തകളുടെ എണ്ണവും കെമിക്കൽസുകളും ഒക്കെ റെഡ്യൂസ് ചെയ്യും. പക്ഷെ സ്ഥിരമായിട്ടൊരു 3 മാസം 4 മാസം ഒക്കെ നമ്മൾ അങ്ങ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈ സുഖകരമായ ഒരവസ്ഥയിൽ ബ്രെയിൻ സെറ്റ് ആവുന്നു. അങ്ങനെ ബ്രെയിൻ സെറ്റ് ആവുന്നതോട് കൂടി തന്നെ നമ്മുടെ RASന് നമ്മൾ EFT ഒക്കെ ചെയ്യുന്നതിന് മുമ്പുണ്ടായിരുന്ന ആ ഇൻഫർമേഷന് വ്യത്യസ്തമായ കുറെ പുതിയ കാര്യങ്ങൾ, നമ്മുടെ ലക്ഷ്യങ്ങൾ, ജീവിതത്തിലെ സൗഭാഗ്യങ്ങൾ, ആരോഗ്യം, സന്തോഷം, സമൃദ്ധി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ RASനോട് കൊടുക്കുവാൻ സാധിക്കുന്നു. അപ്പോ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതും നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന കാര്യങ്ങൾ മാത്രമായി മാറുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇതൊരു വലിയ സൗഭാഗ്യമല്ലേ? പ്ലീസ് ടൈപ്പ് യെസ് ഓർ നോ. ഇതൊരു വലിയ സൗഭാഗ്യമല്ലേ? പ്ലീസ് ടൈപ്പ് യെസ് ഓർ നോ. ഇതൊരു വലിയ സൗഭാഗ്യമല്ലേ? പ്ലീസ് ടൈപ്പ് യെസ് ഓർ നോ. ഒന്ന് ടൈപ്പ് ചെയ്ത്. ഇതൊരു വലിയ സൗഭാഗ്യമാകുന്നു. ഇതൊരു വലിയ സൗഭാഗ്യമാകുന്നു. ചെറിയ സൗഭാഗ്യമല്ല, വലിയ സൗഭാഗ്യമാകുന്നു. ഇപ്പൊ ഹാപ്പി പാർക്ക് തീരുമാനിച്ചത് ഈ ഒരു സത്യം നമ്മൾ അറിയുക മാത്രമല്ല, ആയിരക്കണക്കിന് 10000കണക്കിന് ആൾക്കാരിലൂടെ പരീക്ഷിച്ചു അവരുടെ ജീവിതമൊക്കെ കൈവെള്ളയിൽ മാറി പഴയ അവർ മരിച്ചു പുതിയ ആൾക്കാരെ ജനിച്ച ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. പക്ഷെ ഇത് പലർക്കും കുറച്ച് എക്സ്പെൻസ് ആയി ഫീൽ ചെയ്യുന്നത് കൊണ്ട് എല്ലാവർക്കും വേണ്ടി ഹാപ്പി പാർക്ക് തുറന്നു കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. എല്ലാവർക്കും അവൈലബിൾ ആയി. നേരത്തെ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത് 3-4 മാസം കൂടുമ്പോഴാണെങ്കിൽ ഇനി എല്ലാ മാസവും EFT സർവ്വസാധാരണക്കാർക്ക് വഴി തുറന്നു കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അത് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഞങ്ങൾക്ക് ഹാപ്പി പാർക്കിന് ജനങ്ങളോടുള്ള അടങ്ങാത്ത താല്പര്യവും സ്നേഹവുമാകുന്നു. യാതൊരു സംശയവുമില്ല. നിങ്ങൾക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കുറഞ്ഞ ആൾക്കാരാണെങ്കിൽ വലിയ ഫീസൊക്കെ വാങ്ങിയിട്ട് ആൾക്കാരൊക്കെ കൂട്ടിയാൽ ആരും വരും, ആരും പങ്കെടുക്കും, സംശയമൊന്നുമില്ല. ഇപ്പൊ തന്നെ നിങ്ങൾക്കറിയാം, ഈ മണി മൈൻഡ് സെറ്റ് ഒക്കെ പങ്കെടുക്കുന്ന ആൾക്കാർക്ക് അറിയാം, ഒരു ചെറിയ എമൗണ്ടിൽ നമ്മൾ കൊടുക്കുന്നത് എത്രയാന്നുള്ളത് കയ്യും കണക്കില്ലാണ്ട് കൊടുക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക്
വഹിക്കാൻ പറ്റുന്ന ഒരു ഫീസൊക്കെ ഇതിന് ഈടാക്കാണ്ടൊന്നും പറ്റില്ല. കാരണം ഫീസ് വേണം, അതിന് മെന്റർമാരുണ്ട്, അതിന് എക്സ്പെൻസ് ഉണ്ട്, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷെ നമുക്ക് അവൈലബിൾ ആയ ഒരു ഫീസിൽ എല്ലാവർക്കും വേണ്ടി കൊടുക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ് EFT. കാരണം ഇത് ചെറിയ കാര്യമല്ല. നമ്മൾ ഇതേപോലുള്ള എന്തെങ്കിലും ടൂൾസുകൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരില്ല. കാരണം നമുക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി ഈ പ്രപഞ്ചശക്തി നമ്മുടെ കയ്യിൽ തന്നതാകും നമ്മുടെ ഉപബോധ മനസ്സ്. ഈ ഉപബോധ മനസ്സിന് നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒന്ന് ചിന്തിച്ചാൽ മതി. എഴുന്നേറ്റ ഉടനെ തന്നെ ഇവൻ അറിയില്ല, ഇവൻ ചിന്തിക്കുന്നതും ഇവന്റെ വികാരങ്ങളും ഒക്കെ ഈ ഉപബോധ മനസ്സിന് സജഷൻ ആണെന്നും ആ സജഷൻസ് അനുസരിച്ച് പ്രപഞ്ചബോധവുമായിട്ടൊരു നരകാവസ്ഥയിൽ കണക്റ്റഡ് ആണ് ഇവനെന്നും ആ നരകമാണ് ഇവൻ ചുറ്റും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നും ഇവൻ ഒരു കാലത്തും തിരിച്ചറിയില്ല. അതിനൊരു മാറ്റം വരണം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. അതിന് നമ്മളെ സഹായിക്കുന്ന ഒരു ടൂളാകുന്നു EFT എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്താ പറയാ, EFT അനുഭവിക്കണം. ചില ആൾക്കാർ EFT ടാപ്പിംഗ് ഒന്ന് കാണിക്കാമോ? EFTയുടെ ടാപ്പിംഗ് കാണിച്ചിട്ട് കാര്യമില്ല. കേവലം ഒരു ടാപ്പിംഗ് ഒക്കെ നിങ്ങൾക്ക് യൂട്യൂബിലോ ഒക്കെ കണ്ടാൽ എത്രയോ കാണാൻ പറ്റും. അതുകൊണ്ട് കാര്യമില്ല. EFT ഇതൊക്കെ എല്ലാവരും പലതും അറിഞ്ഞവരും മനസ്സിലാക്കി വരുവാണ്. പക്ഷെ ഇത് ഒരു അനുഭവമാവും. അത് ഒരു അനുഭവമാവും. ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ, എത്ര ആളുകൾക്ക് സത്യം പറയൂ, എനിക്ക് മാറാൻ വേണ്ടി ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർത്താവ് എന്നിൽ സന്നിവേശിപ്പിച്ച എൻ്റെ ഉപബോധ തലത്തെ, അതായത് ഒരു സെക്കൻഡിൽ ട്രില്യൺ കണക്കിന് തീരുമാനങ്ങൾ എടുക്കുവാനും ചലനങ്ങൾ ഉണ്ടാക്കുവാനും സാധിക്കുന്ന, എന്റെ ജീവിതത്തിൽ സർവ്വ പുരോഗതിയും കൊണ്ടുവരുമെന്ന രൂപത്തിലുള്ള വൈബ്രേഷൻ സൃഷ്ടിച്ച് ആ വൈബ്രേഷൻ അനുസരിച്ച് അനുഭവങ്ങൾ അതിലോട്ട് വരൂ, അതിന് സാധ്യമാകുന്ന ഈ അപാര ശക്തിയെ എനിക്കൊന്ന് എടുത്ത് ഉപയോഗിക്കണം എന്ന് താല്പര്യമുള്ള ആളുകൾ, അതല്ലെങ്കിൽ മറ്റൊരു ഭാഷ പറഞ്ഞാൽ EFT എന്ന കോഴ്സ് ചെയ്യുവാൻ താല്പര്യമുള്ള ആളുകൾ ഒന്ന് ടൈപ്പ് ചെയ്ത് EFT ചെയ്യാത്ത ആൾക്കാർ ഒന്ന് ടൈപ്പ് ചെയ്ത്. ഇതൊക്കെ കേട്ടിട്ടും എൻ്റെ ലൈഫിൽ മാറ്റം കൊണ്ടുവരാൻ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഏതെങ്കിലും കാലത്ത് എങ്ങനെയെങ്കിലും കാലം ശരിയാവുകയായിരിക്കും. അങ്ങനെ ശരിയാവുന്നില്ല, അങ്ങനെ ശരിയാവില്ല. കാരണം നമ്മൾ എന്നും കൊടുത്തുകൊണ്ടിരിക്കുന്നത്, നമ്മൾ എന്നും ഒരു എന്താ പറയാ എള്ള് ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും കാലത്ത് അത് കൊപ്രയായിട്ട് മാറുമോ, വെളിച്ചെണ്ണയായിട്ട് മാറുമോ? നിങ്ങൾ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്താണോ അത് മാത്രമേ കിട്ടൂ. ഇട്ട് കൊടുക്കുന്നത് മാറ്റണം, അപ്പോഴേ മാറ്റം ഉണ്ടാവും. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, ഒത്തിരി ആൾക്കാർ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. EFT അനുഭവിച്ച് ജീവിതത്തിൽ ഞാൻ പറഞ്ഞ പോലെ അവിശ്വസനീയമായ മാറ്റം കൊണ്ടുവന്ന ഒരുപാട് ആൾക്കാർ എൻ്റെ ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. EFT അനുഭവിച്ചുകൊണ്ട് അവിശ്വസനീയമായ മാറ്റം കൊണ്ടുവന്നവർ. പലർക്കും അവരുടെ മദ്യപാനം കംപ്ലീറ്റ്ലി നിർത്തുവാൻ സാധിച്ചു കാണും. പലരുടെയും വർഷങ്ങളോളം ഉപയോഗിച്ചിരുന്ന ഇൻസുലിൻ പോലുള്ള ഇഞ്ചക്ഷൻ നിർത്തുവാൻ സാധിച്ചിട്ടുണ്ട്. BP കുറക്കുവാൻ സാധിച്ചിട്ടുണ്ട്. മെഡിസിൻസുകൾ ഒഴിവാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. കുടുംബത്തിൽ നരകതുല്യമായി ജീവിച്ചിരുന്ന ആൾക്കാർക്ക് സ്വർഗത്തിലൂടെ ജീവിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും ഒരാൾക്ക് നിഷേധിക്കാൻ പറ്റുമോ പ്രിയപ്പെട്ടവര്? ഒരാൾ സംസാരിച്ച് ഞാൻ പറഞ്ഞത് ശരിയല്ലേ, ഇവിടെ ജീവൻ സാറെ കാണുന്നുണ്ട്, ജീവൻ സാർ ഇതിലുണ്ടോ? ജീവൻ സാർ ഇപ്പൊ നേരത്തെ ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? EFT അനുഭവിച്ച സാറിന്റെ അനുഭവം ഒന്ന് സംസാരിച്ചേ. ഞാൻ ഈ ഹാപ്പി പാർക്കിൽ വരുന്ന തന്നെ ഒരു 2-3 വർഷം മുമ്പ് ഞാനത് ഡൗൺലോഡ് ചെയ്തതാണ്, ഈ ഹാപ്പി പാർക്ക് എന്നുള്ള സംഭവം. പക്ഷെ ഞാനായിട്ട് കയറിയത് ഒരു വർഷമായിട്ടില്ല ഇപ്പോഴും. ആ സാറിന് കട്ടായി. ഒന്ന് മൈക്കോണാക്കും. പക്ഷെ അതിൽ നിന്നും എനിക്ക് നമ്മൾ ഈ മെഡിറ്റേഷൻ ചെയ്യുന്നത് എന്തിനാണെന്നുള്ളൊരു സംഭവം എനിക്ക് അറിയില്ലായിരുന്നു. മെഡിറ്റേഷൻ ചെയ്തിട്ടുണ്ട്, യോഗ ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിൽ നിന്നും എനിക്കൊരു റിലീഫ് കിട്ടിയിട്ടുണ്ടായില്ല. വീണ്ടും ഞാൻ ഇങ്ങനെ ഒരു ദിവസം എനിക്ക് ഹലോ സംസാരിച്ചു. അതിന്റെ ഇടയിൽ ഒരാൾ ഹലോ പറയൂ. അപ്പൊ അതിന്റെ ഇടയ്ക്കാണ് ഈ ഹാപ്പി പാർക്കിന് ഞാൻ പറഞ്ഞില്ല, ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ട് ഒരു 2 വർഷത്തോളം എൻ്റെ മൊബൈലിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീടാണ് ശ്രദ്ധിച്ചു തുടങ്ങിയത്. അപ്പൊ അങ്ങനെ ഒരു 1-2 ദിവസം കേൾക്കാനിടയായി ഹാപ്പി പാർക്കിന്റെ ക്ലാസ്സുകൾ. അപ്പൊ എനിക്ക് തോന്നുന്നു ഇതിൽ എന്തോ ഒരു വൈബ് ഉണ്ടല്ലോ, ഇതെനിക്ക് വേണ്ടതാണിത് എന്നുള്ള ഒരു ചിന്തയിൽ
ഇപ്പൊ ആദ്യം ഒരാൾ സംസാരിച്ചായിരുന്നു, പുള്ളി വെള്ളം സ്മോള് കഴിക്കുന്ന ആളാണ്. പക്ഷെ ഒരു കാരണവശാലും നമുക്ക് ഇത് നിർബന്ധമായിട്ട് നമുക്ക് നിർത്താൻ പറ്റില്ല. ഞാൻ അങ്ങനെ പല പ്രാവശ്യം നിർത്തിയിട്ടുള്ള ആളാണ്. നമ്മൾ വിചാരിച്ചിട്ട് ഒരു ദിവസം നിർത്തി, ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു വർഷം ഒക്കെ നിർത്താൻ പറ്റും. പക്ഷെ പിന്നീട് നമ്മളിത് വീണ്ടും തുടങ്ങുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് അതിനേക്കാൾ കൂടുതലായിരിക്കും. 2 ബഗ് അടിച്ചിട്ടുള്ള ആൾ വീണ്ടും 4 ബഗ് ആയിരിക്കും കൂടി. അപ്പൊ ഞാനിത് പല പ്രാവശ്യം നിർത്തിയിട്ടുള്ളതാണ്. പക്ഷെ ഹാപ്പി പാർക്കിൽ വന്നതിന് ശേഷം ഞാൻ മണി മൈൻഡ് സെറ്റിൽ പങ്കെടുത്തു. മണി മൈൻഡ് സെറ്റിൽ പങ്കെടുത്ത് അതിൽ നിന്ന് കുറച്ചധികം നല്ല ക്ലാസ്സുകളായിരുന്നു. ഇപ്പോഴും അത് നല്ല ക്ലാസ്സുകൾ തന്നെയാണ്. അപ്പൊ അതിൽ നിന്ന് കുറെ അധികം വിവരങ്ങൾ എനിക്ക് കിട്ടി. വിവരങ്ങൾ എന്ന് പറഞ്ഞാൽ അറിവുകൾ കിട്ടി. അപ്പൊ അറിവുകൾ കിട്ടി, ഇതിന്റെ കൂടെ സഞ്ചരിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ഞാൻ അന്നൊന്നും വിചാരിച്ചിട്ടില്ല എനിക്കിത് നിർത്താൻ പറ്റുമെന്നുള്ളത്. പക്ഷെ ഞാൻ നിർത്താനായിട്ട് അങ്ങനെ ഒരു ചിന്ത തന്നെ ഉണ്ടായില്ല. ഇത് നിർത്തണം എന്നുള്ളൊരു ചിന്ത ഉണ്ടായില്ല. പക്ഷെ ഓട്ടോമാറ്റിക് നമ്മളിത് സ്ഥിരമായിട്ട് ആറരക്ക് കേട്ട് നമ്മുടെ ഇത് ബ്രെയിനിൽ നല്ല നല്ല കാര്യങ്ങൾ കേട്ട് അത് ഓട്ടോമാറ്റിക് എനിക്ക് തോന്നി, ഇത് ഞാൻ രാവിലെ നല്ല കാര്യങ്ങൾ കേൾക്കുന്നു, വൈകുന്നേരം പോയി സ്മോൾ അടിക്കും. ഇതൊരു ധാർമ്മികതയല്ലല്ലോ, ഇതൊരു ഇല്ല. അപ്പൊ ഒന്നില്ലെങ്കിൽ ഞാൻ ഹാപ്പി പാർക്കിന്റെ കൂടെ പോകരുത്. അങ്ങനെ ഹാപ്പി പാർക്കിന്റെ കൂടെ പോയി കഴിഞ്ഞാൽ, അഥവാ ഞാൻ ഹാപ്പി പാർക്കിന്റെ കൂടെ പോകാനാണ് തീരുമാനമെങ്കിൽ, നല്ല കാര്യങ്ങൾ കേൾക്കാനും നല്ല കാര്യങ്ങൾ അനുഭവിക്കാനാണ് തീരുമാനമെങ്കിൽ, വൈകുന്നേരം ഞാൻ ചെയ്യുന്നത് വളരെ മോശമായ ഒരു കാര്യമാണ്. രാവിലെ നല്ല കാര്യങ്ങൾ മനസ്സിലേക്ക് കൊടുക്കുകയും വൈകുന്നേരം ചെന്ന് നേരെ അതിന് വിപരീതമായിട്ട് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ഒരു ധാർമ്മികതയില്ല. പിന്നെ സാറിന്റെ ഏറ്റവും നല്ലൊരു മെഡിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നർ ഓർഗൻസിനെ കുറിച്ചുള്ള ഒരു മെഡിറ്റേഷൻ. ഇന്നർ ഓർഗൻസിനെ നോക്കി നമ്മൾ പുഞ്ചിരിക്കുന്നതും അവയെ തലോടുന്നതും ഉള്ള ഒരു മെഡിറ്റേഷൻ ഒക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ രാവിലെ ചെയ്തിട്ട് വൈകുന്നേരം ചെന്ന് ഈ സാധനത്തിലേക്ക് നമ്മൾ വീണ്ടും വേണ്ടാതെ, അപ്പൊ അതിലൊരു ധാർമ്മികത ഇല്ലാന്ന് തോന്നി ഓട്ടോമാറ്റിക് ഇത് തന്നെ പയ്യെ അങ്ങനെ ഞാൻ പല ദിവസങ്ങളിൽ പയ്യെ നിർത്തി. അതുമായിട്ട് എനിക്കൊരു സുഖം തോന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനേക്കാൾ സുഖം എനിക്ക് ഈ മെഡിറ്റേഷനിൽ നിന്ന് കിട്ടി തുടങ്ങി. ഞാൻ ആലോചിക്കുക, ഈ സ്മോൾ അടിക്കുന്ന കാരണം സുഖം കിട്ടും, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ടെൻഷൻ കൂടുക. നമ്മൾ ഈ ടെൻഷനുള്ളവരാണ് കൂടുതലും ഇതിലേക്ക് അഡിക്റ്റ് ആവുന്നത്. അപ്പൊ ടെൻഷൻ വീണ്ടും കൂടുക, ടെൻഷൻ ലെബിളാകാണ്. പക്ഷെ ഈ മെഡിറ്റേഷനിൽ പങ്കെടുത്ത് തുടങ്ങിയതോടുകൂടി എനിക്ക് മനസ്സിലായി, എനിക്ക് സ്മോള് അടിക്കുന്നതിനേക്കാൾ കൂടുതൽ സന്തോഷം, സമാധാനം, ശാന്തി എല്ലാം ഈ രാവിലെ കേൾക്കുന്ന മെഡിറ്റേഷനിൽ നിന്നും ആ കേൾക്കുന്ന അഭിപ്രായം, നല്ല നല്ല വർത്തമാനങ്ങളിൽ നിന്ന് കൂടുതൽ നേരം എനിക്ക് സന്തോഷമായിട്ടിരിക്കാൻ സാധിക്കും. അപ്പൊ പിന്നെ ഞാൻ എന്തിന് സാറേ ഏതായാലും ഇപ്പം ഇത് കംപ്ലീറ്റ് നിർത്തിയില്ലേ സാറേ? ജീവൻ സാറേ കംപ്ലീറ്റ് നിർത്തിയില്ലേ ഇപ്പോ? ഞാൻ കംപ്ലീറ്റ് ആയിട്ട് നിർത്തി. സാറ് പ്രത്യേകം ചോദിക്കുകയാണെങ്കിൽ മെഡിറ്റേഷനിൽ EFT-യിലോട്ട് വന്നു, മണി മനസ്സിൽ വന്നു, EFT-യിലോട്ട് വന്നു, ട്രഷറിൽ വന്നു, എല്ലാം അതെ. ഇതിലെല്ലാം വന്നപ്പോൾ നമുക്ക് നല്ല നല്ല കാര്യങ്ങൾ, നമുക്ക് ചിന്തിക്കാൻ നല്ല കാര്യങ്ങളുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. നേരെ നമ്മൾ നല്ല രാവിലെ ഇന്ന് ആൾക്കാട്ടെ ഏണി വെക്കണമെന്ന് നമുക്ക് ചിന്തിച്ചോണ്ടിരുന്നു. ഇന്നലെ അവൻ എനിക്കിട്ട് അങ്ങനെ ചെയ്ത്, ഇന്ന് അവനൊരു പണി കൊടുത്ത സമാധാനമുള്ളൂ. ഇങ്ങനെയൊക്കെയാണ് രാവിലെ എണീക്കുമ്പോൾ തന്നെ ചിന്തിക്കണം. അല്ലെങ്കിൽ ഇന്നലെ വൈഫ് 2 അടിച്ചു വന്നതിന് 2 പറഞ്ഞ്, അല്ലെങ്കിൽ വൈഫ് എന്നോട് എന്തെങ്കിലും ദേഷ്യപ്പെട്ട്, അല്ലെങ്കിൽ പിള്ളേര് ദേഷ്യപ്പെട്ട്, ഇന്നൊന്ന് ഒരു 4 അടിക്കണം, എന്നിട്ട് ഇവരെന്താ കാണിക്കണേന്ന് നോക്കണം. ഇങ്ങനെയൊക്കെയുള്ള ചിന്താഗതിയായിരുന്നു. പക്ഷെ അതിനേക്കാൾ എത്രയോ നല്ല ചിന്തകൾ നമുക്ക് ചിന്തിക്കാറുണ്ട്. നമുക്കൊരു സംഭവം തടസ്സമല്ല, നമ്മളെ കാരണങ്ങളാണ് തടസ്സം. ഈ കാരണം എന്ന് പറയുന്ന ചിന്തയാണ്. നമ്മുടെ വേണ്ടാത്ത ചിന്തകളാണ് എല്ലാ നമ്മുടെ പ്രോഗ്രസിനും തടസ്സമായിട്ട് നിൽക്കുന്നത്. ആ ചിന്തകൾ മാറ്റിയാൽ തന്നെ നമ്മൾ 100% രക്ഷപ്പെടും. ശരി സാറേ, വളരെ സന്തോഷം. രാവിലെ എണീക്കുമ്പോ തന്നെയുള്ള വല്ലാണ്ട് ചിന്തകളിൽ മാധുര്യം നിറയ്ക്കുക, സമൃദ്ധി നിറയ്ക്കുക, ശാന്തി നിറയ്ക്കുക. ഓക്കെ, അതായത് അദ്ദേഹം പറഞ്ഞതാ ചോദിക്കുകയാണെങ്കിൽ, അദ്ദേഹത്തിന് പതിറ്റാണ്ടുകളോളം ഉണ്ടായിരുന്ന മദ്യപാന ശീലം അദ്ദേഹം കംപ്ലീറ്റ്ലി ഒഴിവാക്കി. മാത്രമല്ല, കഴിഞ്ഞ തവണ ഞാൻ എറണാകുളത്ത് കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, കോടികളുടെ ബിസിനസ്സുകൾ മറിയാൻ തുടങ്ങി, എന്താ പറയാ, ആളുകൾ അദ്ദേഹത്തെ തേടി വരാൻ തുടങ്ങി. അതിന് കാരണം എന്താ ചോദിക്കുകയാണെങ്കിൽ, അയാളുടെ ആർക്കൈവ് മെമ്മറിയിൽ മാറ്റം വന്നു. മനസ്സിലായില്ലേ? കോടികളുടെ ബിസിനസ് ഇങ്ങോട്ട് തേടി വരുന്നു,
ആൾക്കാരുടെ ഇടയിൽ സ്വീകാര്യത തുടങ്ങി. കുടുംബത്തിൻ്റെ ജീവിതം മെച്ചപ്പെട്ടു. ജീവിതത്തിന് അർത്ഥം മനസ്സിലായി. സദാസമയവും ശാന്തിയും സുഖവും. ഇതാകുന്നു ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഇനി വേറെ ആരെങ്കിലും സംസാരിക്കാനുണ്ടോ? ഒന്ന് സംസാരിച്ച്. ഞാൻ ഈ പറഞ്ഞത് ശരിയല്ലേ? അകത്ത് ഈ രൂപത്തിൽ മാറ്റം കൊണ്ടുവന്നപ്പോൾ 100% മാറ്റം ഉണ്ടായിട്ടുള്ള ഒരാൾ കൂടി സംസാരിക്കാം. ആരാണ് അടുത്ത് സംസാരിക്കുന്നത്? കഴിഞ്ഞ തവണയൊക്കെ കോഴിക്കോട് വന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, കോഴിക്കോടോ എറണാകുളത്തോ ഒക്കെ വന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, നേരിട്ട് ഈ EFTയുടെ മാധുര്യം അനുഭവിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സംസാരിച്ചേ. അതിനിടയ്ക്ക് ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട് എന്നാണ് EFT സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന്. ഹലോ ഹലോ പറഞ്ഞോളൂ. പറയൂ. ഹലോ ഹലോ കേൾക്കാം. ഒരുപാട് മാറ്റങ്ങൾ ഇന്നലെ ക്ലാസ്സിൽ ഭയങ്കര സന്തോഷത്തില്ല. നിങ്ങള് കുടുംബം മൊത്തം ഭയങ്കര സന്തോഷത്തില. നമ്മുടെ മനസ്സ് മാറുക, അത് മാത്രം. അതാണ് നമ്മുടെ മനസ്സിലുള്ള ചിന്തകളായതല്ലേ. ഇപ്പൊ എല്ലാം മനസ്സിലായി. അടിപൊളിയായിട്ട് ജീവിക്കുക. അതിന് കേസിന്റെ കാര്യത്തിനെല്ലാം പോയി എല്ലാം അനുകൂലമായിട്ട് എന്റെ കാര്യങ്ങളെല്ലാം നടന്നു. ഭയങ്കര സന്തോഷത്തില. നന്ദി നന്ദി നന്ദി. ഓക്കെ. വളരെ സന്തോഷം. അവർക്ക് ഒത്തിരി കേസും കൂട്ടൊക്കെ ഉണ്ടായിരുന്നു. ഒക്കെ അവർക്ക് അനുകൂലമായി വന്നു. അവർ എന്തോ ഒരു കുടുക്കത്തിലാണ് കുടുങ്ങിയിട്ടുണ്ടായിരുന്നത്. നൂല് പോലെ, എട്ടുകാലി വല പോലെ പ്രതിസന്ധിയായിരുന്നു. എല്ലാം മാറിപ്പോയി. അത് മാറിപ്പോയത് അവരുടെ വൈബ്രേഷനിൽ മാറ്റം വന്നപ്പം അവർക്ക് ചുറ്റുമുള്ള കാര്യങ്ങളും മാറി. അത്രയേ ഉള്ളൂ. മനസ്സിലായില്ലേ? കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് എന്നാണ് EFT സ്റ്റാർട്ട് ചെയ്തത്. നിങ്ങൾ കുറിച്ചു വെച്ചോളൂ. ഇനി എല്ലാ മാസവും നമ്മൾ മണി മൈൻഡ് സെറ്റും EFTയും കൂടിയും ഒരുമിച്ച് അത് ജനങ്ങൾക്ക് കിട്ടട്ടെ. ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ. ഈ മണി മൈൻഡ് സെറ്റും ഈ EFTയും ഈ ട്രഷറൊന്നും ഹാപ്പി പാർക്ക് അനൗൺസ് ചെയ്യാതെ സംഘടിപ്പിക്കാതിരുന്നെങ്കിൽ എത്ര വലിയ നഷ്ടമായിരുന്നു ആൾക്കാർക്ക് ഉണ്ടാവുമായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ. മണി മൈൻഡ് സെറ്റുള്ള ഒരാളൊന്ന് സംസാരിച്ചേ. ഞാൻ പറഞ്ഞു ശരിയല്ലേ? മണി മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന ഒരു കോഴ്സ്, ഇതൊക്കെ നമ്മൾ എന്തിനാ ഇതൊക്കെ നടത്തുന്നത് വിചാരിച്ചിട്ടൊന്നും നടത്താതെ മൂലയിൽ കൂട്ടി വെച്ചിരുന്നുവെങ്കിൽ, ഇതൊന്നും പറയാണ്ടിരുന്നുവെങ്കിൽ അത് എത്ര നഷ്ടമാകുമായിരുന്നു. ഒരാൾ പറഞ്ഞ ശരിയാണോ? അനുഭവസ്ഥനായ ഒരാൾ പറഞ്ഞ ശരിയാണ് സാർ. ഞാൻ തസ്ലീന സാറിന്റെ ഉമ്മ. എത്രയോ ശരിയാണ്. എല്ലാരും ഇതിലേക്ക് വരാൻ വേണ്ടിയത്. കാരണം വേദനകളും വിഷമങ്ങളും വെച്ച് എല്ലാരും വീട്ടിൽ അടങ്ങിയിരിക്കുക. ഇത് ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ എവിടോ എത്തിപ്പോവും ജനങ്ങൾ. എത്രയോ ആൾക്കാർ നന്നായി പോയി. ഇപ്പൊ 84 വയസ്സായ എന്റെ ഉമ്മക്ക് തന്നെ ഇപ്പൊ കാലിനൊന്നും ഇല്ല. എല്ലാം നീരും കാലും ചോരയും ഒക്കെ പോയി. ഒക്കെ മാറി EFTയിലും ഹീലിങ്ങിലൂടെ ഒക്കെ കൂടി ചെയ്തിട്ട് ഇപ്പൊ ഒക്കെ ഹാപ്പിയാണ്. അപ്പൊ ഞാൻ പറയുന്നത് എന്താ ചോദിക്കുകയാണെങ്കിൽ, നമ്മളിപ്പോ ഈ പരിപാടി ഒന്നും ഇല്ലാതെ നമ്മളടുത്ത് ഇത്രയും വലിയൊരു അമൃതും ഇത്രയും വലിയൊരു സാധനമൊക്കെ ഉണ്ടായിട്ട് ഇതൊന്നും പറയാതെ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ അത് ഒരു ലോകത്തിനോട് ചെയ്തൊരു ചതിയായിരിക്കും. സംശയമൊന്നുമില്ല. അപ്പൊ നിങ്ങളോട് ഞാൻ പറയുന്നത് എന്താ ചോദിക്കുകയാണെങ്കിൽ, ഒരൊറ്റ കാര്യം പറയുന്നുള്ളൂ. നിങ്ങളൊന്ന് അനുഭവിക്കുക. എന്നിട്ട് ഇതുകൊണ്ട് മാറ്റൊന്നും ഇല്ല എങ്കിൽ നിങ്ങൾ പരസ്യമായിട്ട് പറയാം ഇതൊരു കാര്യമില്ല, ഫേക്കാണ്. മനസ്സിലായില്ലേ? പരസ്യമായിട്ട് പറയാം. നമ്മൾ ഓൺലൈൻ സെഷൻ ഒരു ചരിത്രം തുടങ്ങട്ടെ. ഒരു പുതിയ ചരിത്രം, കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു പുതിയ ചരിത്രം തുടങ്ങട്ടെ. ഇനി എല്ലാ മാസവും EFT തുടങ്ങുന്നു. അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഈ വരുന്ന ജൂലൈ 16 വ്യാഴാഴ്ച, അതായത് ഇന്നിപ്പോ തിങ്കൾ 13, നാളെ ചൊവ്വ, ബുധൻ, വ്യാഴം, ഇനി 3 ദിവസമേ ഉള്ളൂ. വ്യാഴാഴ്ച രാത്രി 8 മണിക്ക് നമ്മൾ EFTയുടെ ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്യുകയാകുന്നു. അധികമൊന്നും ആരും വെയിറ്റ് ചെയ്യേണ്ടതില്ല. ഉറപ്പാണ് നിങ്ങളുടെ ആർക്കൈവ് മെമ്മറിയെ കംപ്ലീറ്റ്ലി മാറ്റിയിട്ട് ഒരു പുതിയ അവസ്ഥയിലോട്ട് കൊണ്ടുവരുവാൻ നിങ്ങളെ സഹായിക്കാൻ ഞങ്ങൾ സന്നദ്ധരാണ്. ഈ ഒരു പ്രഖ്യാപനം എല്ലാവരും ഏറ്റെടുത്ത്. ഫീസ് പറഞ്ഞില്ല, ഫീസ് പറയാം. ഫീസ് പറഞ്ഞു ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവർ. ഇപ്പൊ ജീവൻ സാറോടോ ഇപ്പൊ ഒരാൾ സംസാരിച്ച് നിങ്ങളൊക്കെ ഈ EFTക്കും ഇതിനൊക്കെ കൊടുത്ത ഫീസും നിങ്ങൾക്ക് കിട്ടിയ ഗുണങ്ങളും തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഫീസൊന്നും ഒന്നുമല്ല ഇതിൽ. ഞാൻ വെറുതെ പറയുന്നതല്ല. ഒരാൾ സംസാരിച്ച്
എല്ലാവരും ഒന്ന് ഒരു വെൽക്കം അടിച്ച് ഈ ഒരു കോഴ്സിന് കേരളത്തിന് സമ്മാനിക്കാൻ വേണ്ടി പോവാ. അതിന് ഡിക്ലറേഷൻ ആകുന്നു. ഒന്ന് 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 പിന്നെ ടൈപ്പ് ചെയ്ത് എല്ലാവരും എപ്പോഴും. ഒരാൾ സംസാരിച്ച ഇതിനെ ഫീസ് ചോദിക്കുന്നു പല ആളുകൾ. ഫീസും നിങ്ങൾക്ക് കിട്ടുന്ന ഗുണവും തമ്മിൽ ഒരു ബന്ധവുമില്ല. നിങ്ങൾ അടക്കുന്നത് എത്രയോ. ഒന്നുമല്ല സാർ, ഫീസ് ഒന്നുമല്ല. ഒരു MRI സ്കാൻ ചെയ്യാൻ മുടക്കുന്ന പൈസ കൊടുത്ത് EFT പഠിച്ചാൽ അവരുടെ ജീവിതത്തിൽ പിന്നെ ഒരിക്കലും ചികിത്സയ്ക്ക് വേണ്ടി പണം മുടക്കേണ്ടി വരില്ല. ചികിത്സയ്ക്ക് വേണ്ടി മാത്രമല്ല, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും. ഇന്നലെ നമ്മുടെ എറണാകുളത്ത് വെച്ചിട്ട് നമ്മുടെ പിന്നെ ഹോട്ടൽ ട്രാവൻകൂർ കോട്ട് മോഹൻലാലിന്റെ ഹോട്ടലാണ്. അവിടെ വെച്ചിട്ട് നമ്മുടെ ചെറിയ പ്രായത്തിലൊക്കെ പോയിട്ട് നമ്മുടെ ഷാഹിദൊക്കെ ഹീൽ ചെയ്യപ്പെട്ട് ഞാൻ ശരിക്കും കണ്ടു. വളരെ ഹാപ്പി ആയില്ലേ ഷാഹിദ? ഇന്നലെയൊക്കെ പഠിച്ചതും അനുഭവിച്ചതും ഒക്കെ ആർക്കെങ്കിലും അറിയുമോ? അതിനൊക്കെ സത്യം ശരിക്കും അനുഭവിക്കണ്ടേ? സ്വർണോ? അതെ, അനുഭവിക്കണം. പറഞ്ഞാൽ ഒരിക്കലും മറ്റൊരാൾക്ക് മനസ്സിലാവില്ല. അത് അനുഭവിച്ച് തന്നെ അറിയണം. അതാണ് അതിന്റെ സത്യം എന്ന് പറയുന്നത്. പച്ചയായ സത്യം അതാവുന്നു. ശരി, ഇനിയും ചോദിക്കുന്നു, എത്രയാണ് ഫീസ് എന്നാണ് എല്ലാവർക്കും അറിയേണ്ടത്. 111 ശതമാനം. നിങ്ങൾ എല്ലാവരും വെൽക്കം ചെയ്ത കുറെ ആൾക്കാർ ഈ കോഴ്സിനെ വെൽക്കം ചെയ്യാനുണ്ട്. ഇതൊരു പുണ്യകർമ്മമാണ് സഹോദരന്മാരെ, മനസ്സിലായില്ലേ? ഇപ്പൊ ഇന്നലെയൊക്കെ അനുഭവിച്ചൊന്നും പണം കൊടുത്താൽ കിട്ടുന്ന സാധനമല്ല, ഉറപ്പാണ്. ഒരിക്കലും എല്ലാവരും ഈ കോഴ്സിന് വെൽക്കം ചെയ്ത് നിങ്ങളുടെയൊക്കെ അനുഗ്രഹം ഉണ്ടാകണം. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് ഇതിലോട്ട് കടക്കുന്നത്. ഇത് തുടക്കം കുറിക്കുകയാകുന്നു. അടുത്ത 16-ാം തീയതി ഇനി എല്ലാ മാസവും നമ്മൾ EFT ഉണ്ടാവും. അതിന്റെ കൂടെ തന്നെ മണി മൈൻഡ് 2 കോഴ്സ് ഉണ്ടാവും. ആദ്യം മണി മൈൻഡ്, അടുത്ത ആഴ്ച EFT. ഇങ്ങനെ എല്ലാ മാസവും നമ്മൾ കൊടുക്കാൻ വേണ്ടി പോവാണ്. കാരണം ഇത് നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ ഇതൊരു ദോഷമാണ്. നമ്മൾ വിചാരിച്ചു 3-4 മാസം കൂടുമ്പോൾ ചെയ്താൽ മതി. പിന്നെ ഇപ്പൊ നമുക്ക് ശക്തമായൊരു ഇന്റേണൽ ഫോഴ്സ് വരികയാണ് എല്ലാ മാസവും ചെയ്യും. ഞങ്ങളുടെ എല്ലാ മാസവും ഈ കോഴ്സ് ചെയ്യാൻ വേണ്ടി പോവാണ്. എന്നിട്ട് മാറ്റം സംഭവിച്ച ആൾക്കാരുടെ ആ ഒരു സംഭവം നമുക്ക് കേൾക്കാൻ പറ്റും. അവരുടെ വിവരം നമുക്ക് കേൾക്കാൻ പറ്റും. കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. ബദ്രുദ്ദീൻ സാർ ഇതിലുണ്ടോ? ഈ കോഴ്സിന്റെ ഡീറ്റെയിൽസും കേൾക്കുന്നില്ലേ? കേൾക്കാം. അതിന്റെ ഡീറ്റെയിൽസും അതിന്റെ ഫീയും ഒക്കെയാണ് ആൾക്കാർ ചോദിക്കുന്നത്. ഇതിന്റെ ഫീ എന്ന് പറയുന്നത് നാമമാത്രമായ ഫീ ആണ്. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഒരിക്കലും നിങ്ങൾ അടക്കുന്ന ഫീ അല്ല നിങ്ങൾക്ക് കിട്ടുന്നത്. കാരണം EFTയുടെ A to Z ആണ്. അതുകൂടി പറഞ്ഞുതരാം. ഞാൻ അതൊന്ന് ഷെയർ ചെയ്തുതരാം. EFT A to Z ആ പഠിക്കാൻ വേണ്ടി പോകുന്നത്. A to Z കംപ്ലീറ്റ് ടൂൾ. ഇതിനേക്കാളും ഡീപ്പായിട്ട് EFTയുടെ ബേസിക്കിൽ നിങ്ങൾക്ക് കിട്ടുമെന്ന് എനിക്കറിയില്ല. ഞാൻ ആരെയും താത്തി പറയുന്നില്ല. ആര് EFT ചെയ്യുകയാണെങ്കിലും നമുക്ക് യാതൊരു ഇതുമില്ല. പക്ഷെ ഇവിടെ നമ്മൾ പറയുന്നത് കംപ്ലീറ്റ് A to Z EFT എന്ന മാത്രം. ഇനി എല്ലാവരും ഒരു കുറവ് എത്തൂല. ഫീസ് കുറഞ്ഞു വിചാരിച്ചിട്ട്. യെസ് സാർ, അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് സംസാരിച്ചോളൂ. പറയുന്നത് കേൾക്കുന്നില്ല സാർ. 1 മന്ത് കോഴ്സ് ആയിട്ടാണ് ഓൺലൈൻ EFT വരുന്നത്. ജൂലൈ 16-നാണ് തുടങ്ങുന്നത്. ഓരോ ദിവസം ഇടവിട്ടിട്ടാണ് പ്രോഗ്രാം നടക്കുന്നത്. ഇതിന്റെ എല്ലാ റെക്കോർഡുകളും നിങ്ങൾക്ക് 1 ഇയർ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നൽകുന്നത്. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഒരു മെന്റർ കൂടി ഉണ്ടാകും. ഒരു മെന്റർ സപ്പോർട്ടോട് കൂടിയിട്ടാണ് നമ്മുടെ EFT മുന്നോട്ട് പോവുക. ഇനി നിങ്ങൾക്കുള്ള ഡൗട്ട് ഫീസ് ആയിരിക്കും. ഫീസ് ഹാപ്പി പാർക്കിന്റെ പുതിയ മിഷന്റെ ഭാഗമായതുകൊണ്ട് ചെറിയ രീതിയിലാണ് ഫീസ് ഈടാക്കുന്നുള്ളൂ. എക്സാക്ട്ലി പുതിയ വേർഷനിലാണ് നമ്മൾ EFT ചെയ്യുന്നത്. 13,000 ആണ് ഇതിന് ടോട്ടൽ ഫീസ് വരുന്നത്. പക്ഷെ ഇത് ആദ്യ തവണ ആയതുകൊണ്ട് വെറും 8,500 രൂപയാണ് ചാർജ് വരുന്നത്. അതിൽ മണി മൈൻഡ് സെറ്റിൽ പങ്കെടുത്ത ആളുകൾക്കാണെങ്കിൽ അവരെ 2,000 കൂടി റിഡക്ഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മണി മൈൻഡ് സെറ്റ് ചെയ്ത ആളുകൾക്ക് ഒരു പകുതി ഫീസിനാണ് ഈ പ്രോഗ്രാം ചെയ്യാൻ കഴിയും. 8,500 ആണ് ചാർജ് വരുന്നത്. ഞാൻ താഴൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലിങ്കിൽ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യും.
ഇതിന്റെ കറക്റ്റ് ആയിട്ട് ഇത് ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം മാത്രം പേയ്മെന്റ് ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുന്നു. താഴത്തെ ലിങ്കിൽ ഒന്ന് ജോയിൻ ചെയ്തോളൂ. അതായത് ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് റിയലി 13,000 GST ഒരു 15,000 രൂപയോളമുള്ള കോഴ്സ് നിങ്ങൾക്ക് 8,500-നാണ് തരുന്നത്. അതിൽ തന്നെ പിന്നെ ഇത് പഠിച്ച ആൾക്കാർ നമ്മുടെ മണി മൈൻഡ്സിൽ ജോയിൻ ചെയ്ത ആൾക്കാർക്ക് വീണ്ടും അതിന്റെ ഫീ റിഡക്ഷൻ ആവുന്നു, 2,000 കുറയുന്നു, 6,500-ന്. ഞാൻ ചോദിക്കട്ടെ, ഈ 8,500 രൂപക്ക് നിങ്ങൾക്ക് മണി മൈൻഡ് പ്ലസ് EFT ഇത് രണ്ടും കൂടി കിട്ടുകയാണ്. ഇത് അനുഭവിച്ച ഒരാൾ പറയട്ടെ, ഇത് ലാഭമാണോ? ഈ ഫീസ് ഏറ്റവും കുറഞ്ഞതാണോ? ഒന്ന് സംസാരിച്ചേ, ഒരാൾ കൂടി സംസാരിക്കൂ. എന്തുവാ നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? ഏറ്റവും ഭാഗ്യവാന്മാർന്ന് മാത്രം പറയാം. ഏതാ? ഭാഗ്യമാണ്. ഇതൊരു ഭാഗ്യമാണ് സാർ. ഭാഗ്യമാണ്. ഇത് ഒരു കേരളക്കരയുടെ ഭാഗ്യം. ഭാഗ്യമാണ്. ഷുവർ. ഇത് നിങ്ങൾ അനുഭവിച്ചു നോക്കൂ. ഈ ഒരു തുകക്ക് ഇത് നിങ്ങൾ അനുഭവിച്ചു നോക്കൂ, എന്നിട്ട് പറയണം. അതാ എനിക്ക് പറയാനുള്ളത്. ലക്കാണ്. അനുഭവിക്കുമ്പോ ഫീസ് ഒന്നും ഒന്നല്ല എന്ന് തോന്നുന്നു അവർക്ക്. ഇതൊക്കെ അനുഭവിച്ചു ഇത് അനുഭവിച്ചു കഴിയുമ്പം നമ്മൾ അടക്കുന്ന ഫീസ് ഒന്നും അല്ലാതെ മനസ്സിലാവും. അതാണ് അതിന്റെ സത്യവും. മനസ്സിലായി? എന്ത് പറയുന്നു സന്തോഷ് സാറേ, ശരിയല്ലേ? 100% സാറേ, ഇത് ഫീസ് ഒന്നുമല്ല. 1,00,000 രൂപ കൊടുത്താൽ പോലും കിട്ടാൻ പറ്റാത്തതാണ് നമുക്ക് പഠിക്കാൻ കിട്ടുന്നത്. അനുഭവത്തിൽ പറയാൻ ഫീസ് ഒന്നും പറയാൻ പറ്റില്ല ഇത്. അപ്പൊ നിങ്ങൾക്ക് സന്തോഷമായില്ലേ പ്രിയപ്പെട്ടവരെ? അതായത് ഫലത്തിൽ 6,500 മാത്രമേ വരുന്നുള്ളൂ. 8,500 തന്നാൽ അത് നമ്മുടെ ഇതിന് രണ്ടും കൂടിയാണ്, ഇതിന്റെ മെന്ററും എല്ലാം കൂടി ഉൾപ്പെടെയാണ് ഇത് കൊടുക്കുന്നത്. ഇതിന്റെ ഡീറ്റെയിൽസ് സാറ് പറയാമെന്ന് പറയാൻ കാരണം, സാറ് അതിന്റെ നിങ്ങൾ ആര് ഇതിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പും അതിന് മുമ്പുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് പിന്നെ ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് അഡ്മിനെ ബന്ധപ്പെട്ടതിന് ശേഷം മാത്രം നിങ്ങൾ ഈ കോഴ്സിലോട്ട് പേയ്മെന്റ് ചെയ്യുക. കാരണം റിസൾട്ട് കിട്ടണം നിങ്ങൾക്ക്, അതിന് വേണ്ടിയിട്ടാണ്. പെട്ടെന്ന് ചാടി കയറല്ല വേണ്ടത്. നിങ്ങൾ ഗ്രൂപ്പിൽ കൊടുത്ത ലിങ്കിൽ കയറി അഡ്മിനെ കോൺടാക്ട് ചെയ്ത് ഇതിന് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ചോദിക്കുക. ഫീയിൽ ഒരു എന്താ പറയാ, പിന്നെ നിങ്ങൾക്ക് ആർക്കും അധികം ഫീ വാങ്ങില്ല, ഈ ഫീസ് തന്നെ വാങ്ങുള്ളൂ. പക്ഷെ കോഴ്സ് വെറുതെ പർച്ചേസ് ചെയ്തിട്ട് കാര്യമില്ല. കോഴ്സ് പർച്ചേസ് ചെയ്ത് അത് വർക്ക് ചെയ്യണം. മെന്റർമാർ നിങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ട് ചെയ്തു തരും. എന്നിട്ട് ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കണം. എങ്കിൽ മാത്രം കോഴ്സ് ചേർന്നാൽ മതി. കേവലം ഒരു ആവേശത്തിന് ആരും ചാടിക്കയറി ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പൊ മണി മൈൻഡ്സെറ്റിനെ കണ്ടില്ലേ? മണി മൈൻഡ്സെറ്റ് 19ാമത്തെ ബാച്ചിലുള്ള ആൾക്കാർക്ക് കൃത്യമായിട്ട് അറിയാം. ഹാപ്പി പാർക്കിന്റെ മെന്റേഴ്സ്, സപ്പോർട്ടിംഗ് ടീം അവരെപ്പോഴും ഫോളോ ചെയ്തുകൊണ്ട്, അവരെപ്പോഴും ഈ കാര്യത്തിൽ താല്പര്യം കാണിച്ചുകൊണ്ട്, നിങ്ങളെക്കാളും താല്പര്യം ഹാപ്പി പാർക്കിന്റെ ടീമിനാണ്. അത്രയും ചെയ്യാറുണ്ട്. അതുകൊണ്ട് മാറണമെന്നും മാറിയേ തീരുമെന്നും ഒക്കെയുള്ള ആൾക്കാരാണ് ഇതിൽ ജോയിൻ ചെയ്യേണ്ടത്. അതുകൊണ്ട് ഇതൊരു വലിയ ഭാഗ്യമാണ്. ഇനി നോക്കാം ഇതിന് റെക്കോർഡിംഗ് ഉണ്ടോ എന്നാ ചോദിക്കാം. നോക്കാം. ഇതൊരു എന്താ പുണ്യം പറയാ, കൂടിയാണ് സാറേ. ഇതൊരു പുണ്യം കൂടിയാണ്. ഒരു പുണ്യം കൂടിയാണത്. അത്ര നല്ല കാര്യമാണത് EFT എന്ന് പറയുമ്പോ. അതാണ് അതിന്റെ ഒരു സത്യം. ഇതൊരു പുണ്യമാണ്. അനുഭവിച്ചവർക്കറിയോ. അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അറിയാം. യഥാർത്ഥ സന്തോഷം എന്ന് പറയുന്നത് കള്ളിലോ കഞ്ചാവിലോ ഒന്നും അല്ല എന്നും, യഥാർത്ഥ സന്തോഷം അനുഭവിക്കുമ്പോൾ അറിയാം അതിന് വില എത്രയുണ്ടെന്നത്. നമ്മുടെ തന്നെ ആ ഒരു ദൈവീകമായ പാർട്ടിനെ യഥേഷ്ടം എടുത്ത് ഉപയോഗിക്കുവാൻ സാധിക്കുമ്പോൾ ചുറ്റും ജീവിതമെല്ലാം അനുകൂലമായി മാറുന്നതും, നമ്മളെ വരിഞ്ഞു മുറുക്കിയ ഓരോ ചങ്ങലക്കെട്ടുകളും അഴിഞ്ഞഴിഞ്ഞ് വീഴുമ്പോഴും ഉണ്ടാകുന്ന ഒരു സുഖം അത് വേറെ തന്നെയാണ്. അപ്പൊ ഇന്ന് കേരളക്കരയ്ക്ക് ഒരു ആഘോഷമാണ്, യാതൊരു സംശയവുമില്ല. നിങ്ങൾ എത്ര ആളുകൾ ജോയിൻ ചെയ്യുകയാണെങ്കിലും അവരോടൊക്കെ ഇപ്പം മണി മൈൻഡ്സെറ്റിലെ ആൾക്കാർ ഇപ്പോൾ ജോയിൻ ചെയ്തവർ 5 ക്ലാസ്സായി. അതുപോലെ EFT തുടങ്ങി ഒരു 2, 3, 4 സെഷൻ കഴിഞ്ഞ് അപ്പോൾ അവർക്കും സംസാരിച്ച് തുടങ്ങാം. അനുഭവത്തിനെ വിളിച്ച് സംസാരിച്ചു തുടങ്ങാം. അപ്പം മനസ്സിലാവും ഇത് എത്രത്തോളം വാല്യബിൾ ആണെന്ന് സത്യം. ഹലോ സാർ, ആ, ഞാൻ പറയൂ. മണി മൈൻഡ്സെറ്റില് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് 6,000 രൂപ അല്ലേ 6,500 നിങ്ങൾക്ക് കിട്ടും. 6,500 നിങ്ങൾക്ക് ആ കോഴ്സ് കിട്ടും. താങ്ക് യു സാർ. 2,000 ഞാനിപ്പോ മണി രൂപക്ക് നിങ്ങൾ മൈൻഡ്സെറ്റ് മണി മൈൻഡ്സെറ്റ് കിട്ടിയത് ഭാഗ്യമല്ലേ സ്വർണോ? യെസ് ഒരുപാട് ഞാന് നമ്മൾ പുറത്ത് പോകുന്ന വർക്കിനൊക്കെ പോകുന്നതാണ്. അപ്പൊ അതിന്റെ ആ ഒരു അനുഭവം നമ്മള് പുറത്തുനിന്ന് അനുഭവിക്കുന്നുണ്ട്. സത്യമായിട്ടും നമുക്കൊരു ഭയങ്കര കോൺഫിഡൻസ് ആണ് ആളുകളോട് സംസാരിക്കാനും
ആളുകള് നമ്മളിപ്പോ അറിയുന്ന ആളുകളായാലും അല്ലെങ്കിൽ അറിയാത്ത ആൾക്കാർ നമ്മളെ മുഖത്തേക്ക് ഒരു നോട്ടാണ്. ആ നോട്ടത്തിൽ തന്നെ നമുക്കൊരു സന്തോഷം. നമുക്ക് നമ്മൾ എന്തൊരു സംഭവമാണോ എന്തൊക്കെ ഒരു തോന്നലൊക്കെ വരും എനിക്ക് സത്യം ഭയങ്കര സന്തോഷം. വെരി ഗുഡ്, വെരി ഗുഡ്. നമ്മുടെ വൈബ്രേഷൻ മാറുമ്പം നമ്മുടെ സറൗണ്ടിങ്സും മാറും, ആ സംശയമൊന്നുമില്ല. ഞാന് നമ്മളിപ്പോ ഇങ്ങനെ പോകും പുറത്ത് ഇപ്പൊ ഡെയിലി ഇങ്ങനെ ഡ്യൂട്ടിക്ക് ഇങ്ങനെ പോകണല്ലോ, അപ്പൊ നമ്മളെങ്ങനെങ്കിലും പോകും. പക്ഷെ ഇത് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തന്നെ ആ ഒരു നല്ലൊരു എന്നും ഒരുങ്ങിട്ട് തന്നെയാണ് ഇറങ്ങാറുള്ളത്. എന്നാലും പുറത്തേക്ക് ഇറങ്ങുമ്പോ നമുക്ക് ആളുകളെ അടിക്കാണ് പോകും. അപ്പൊ എന്റെ സ്റ്റൈൽ ഞാൻ മാറ്റി. ആ ഇറങ്ങുന്ന ആ ഒരു നമ്മളെ രീതികളും വസ്ത്രത്തിലൊക്കെ സ്റ്റൈൽ മാറ്റി അങ്ങനെ ചേഞ്ച് ചെയ്ത് ഇങ്ങനെ പുറത്തേക്കാണ് ഇറങ്ങിയപ്പോ ആളുകളെ മുന്നിൽ നിന്ന് എല്ലാവർക്കും ഒരു അട്രാക്ഷൻ ഉള്ള പോലെ നമുക്ക് നമ്മളോട് ഇങ്ങനെ സംസാരിക്കാനും നമ്മൾ അങ്ങോട്ട് സംസാരിക്കുകയാണെങ്കിൽ അത് കേട്ട് നിൽക്കുക, അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പഠിച്ച് ചില സമയത്തൊക്കെ നമ്മളിങ്ങനെ എപ്പോഴും ചീത്ത പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവില്ല. അപ്പൊ അതൊക്കെ നമുക്ക് ഒന്നും ഉണ്ടാക്കില്ലാത്ത രീതിയിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഒരു മൗനമുള്ള പോലെ അങ്ങനെയൊക്കെ ഇങ്ങനെ ഒന്നുകൂടി പറഞ്ഞാൽ, കാട്ടിലെ ചെന്നായ്ക്കളും പുലികളും ഒക്കെ ഇപ്പോൾ ഇണങ്ങി തുടങ്ങി, അങ്ങനെ പറഞ്ഞൂടെ? അതെ, എനിക്ക് സാറേ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മൾ എന്തെങ്കിലും ചെറിയൊരു പോരായ്മ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ അതിന് ചാടി കളിച്ച് വർത്താനം പറയും. പക്ഷെ അവരൊക്കെ ഒരു അവരൊക്കെ ശാന്തമായിട്ട് നമ്മളോട് ഒരു ഇടപഴകണം. കാരണം ഇത് തന്നെയാണ് പ്രസൽ പറഞ്ഞ, ഇത് തന്നെയാണ് നമ്മുടെ ഉള്ളു മാറി, സറൗണ്ടിങ്സ് മാറി. അതാണ് അവർ പറഞ്ഞതിന്റെ രത്നച്ചുരുക്കം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ഒരു സൗഭാഗ്യം എന്നെ സഹോദരങ്ങളെല്ലാവരും ഉപയോഗിക്കുക. ഇന്ന് സർ, മണി മൈൻഡ്സെറ്റ് അഫർമേഷൻ പിന്നെ ഇങ്ങനെ ആഴ്ചകൾ തോറും ഇങ്ങനെ ആവർത്തിച്ച് അത് മണി മൈൻഡ്സെറ്റിനെ കുറിച്ച് ഇത് ചോദിക്കൂ. ആ മണി മൈൻഡ്സെറ്റ് ചെയ്തോ സെൽമ? ചെയ്ത് സാറേ. പിന്നെ അതുകൊണ്ട് ചോദിക്കുന്നത് ഇത് പുതിയ അഫർമേഷൻ ബാച്ചിലാണോ? പുതിയ ബാച്ചിലാണോ? 16ാമത്തെ ബാച്ചില് അത് ഞാൻ അഫർമേഷൻ അന്ന് ചെയ്തിരുന്നു കുറെ ആയിട്ട്. പക്ഷെ ഇപ്പൊ പിന്നെ കുറച്ചായിട്ട് ചെയ്തില്ല. നിങ്ങളൊരു കാര്യം ചെയ്തോളൂ, മണി മൈൻഡ്സെറ്റിന്റെ ഗ്രൂപ്പിൽ ഒന്ന് ചോദിച്ചോളൂ കേട്ടോ. ഓക്കെ. പിന്നെ ഞാൻ എങ്ങനെയുണ്ട്? EFT ചെയ്യണമെന്നുണ്ട്. ഞാനേ ചോദിക്കുന്നത് EFT ചെയ്യുമ്പോ പിന്നെ നമുക്ക് പിന്നെ തുടർച്ചയായിട്ടുള്ള മാറ്റമല്ല നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. പിന്നെ നമ്മൾ ചില സമയത്ത് നെഗറ്റീവ് ചിന്തകൾ വരും. അത് ഫുള്ളായിട്ട് മാറ്റിയെടുക്കാൻ പറ്റൂല EFTയിലൂടെ. തീർച്ചയായും അത് EFTയിലൂടെ പറ്റൂ. അതാണല്ലോ സാർ ഒരു ഭയങ്കരമായിട്ട് ചിലപ്പോൾ നെഗറ്റീവ് കാര്യം. അന്നേരം അതെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കണം എന്ന് ആഗ്രഹം. എല്ലാം റെഡിയാക്കാൻ പറ്റും. നിങ്ങൾ EFTയിലോട്ട് പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ഒരു ചിന്തയും വേണ്ട കേട്ടോ. വേണോ വേണ്ടെന്ന് കൂടി ചിന്തിക്കേണ്ട, ഓടിക്കേറുക. ഓക്കെ. ഇതൊരു ഭാഗ്യമാണ്. അതായത് ഹാപ്പി പാർക്കിന്റെ ഒരു സമ്മാനമാണ് EFT എന്ന് പറയുന്ന ഈ ഒരു കോഴ്സ്. വില കുറച്ച്, അതായത് മുമ്പ് നമ്മൾ അമേരിക്കയിലൊക്കെ പിന്നെ വാച്ചും ക്യാമറ സാധനങ്ങളൊക്കെ ഭയങ്കര വിലയിലായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതേ സാധനം ജപ്പാൻ പകുതി വിലക്ക് കൊടുത്തു, അതിനേക്കാളും ക്വാളിറ്റിയിൽ. എന്ന് പറഞ്ഞ മാതിരി EFT നമ്മളൊക്കെ കൊടുത്തിരുന്നത്, ഞാനുൾപ്പെടെ, വലിയ ഫീസിനായിരുന്നു. അതിപ്പോ നമ്മൾ എല്ലാവർക്കും ഇത് കിട്ടട്ടെ. കാരണം നമ്മളിൽ സന്നിവേശിപ്പിക്കപ്പെട്ട നമ്മുടെ കൂടെയുള്ള ഈ ശക്തിയെ വിട്ടിട്ട് നമ്മളിങ്ങനെ ഓടുകയാണ്. അത് ഒഴിവാക്കി നമുക്ക് തന്നെ മാറ്റം കൊണ്ടുവരുവാനുള്ള ഒരു ശക്തമായ ടൂൾ. അതിനപ്പുറം ഒന്നും പറയുന്നില്ല. ഇത് ഞാൻ ഈ പറഞ്ഞതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇതൊക്കെ വെറും വർത്താനമായിരുന്നു എന്നത് EFT പങ്കെടുത്തതിന് ശേഷം അനുഭവിക്കുക. അനുഭവത്തിന്റെ വെളിച്ചത്തിലല്ലാതെ ആര് പറഞ്ഞു അംഗീകരിക്കുന്നു? മനസ്സിലായില്ലേ? സ്കൂളിൽ നിന്ന് പുറത്താക്കിയ ഒരു കുട്ടി, ആ കുട്ടിയോട് നിങ്ങൾ ഈ സ്കൂളിനെ കുറിച്ച് എന്താ അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ, കഞ്ചാവ് വലിച്ചിട്ടോ MDM അടിച്ചിട്ടോ ആ സ്കൂളിൽ നിന്ന് പുറത്താക്കിയ ആ കുട്ടിയോട് ആ സ്കൂളിന്റെ അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ ഒരിക്കലും ശരിയായ അഭിപ്രായം കിട്ടൂല. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ശരിക്കും മാറ്റം കൊണ്ടുവന്ന ആൾക്കാർ ആണ് 99%. 1% ഞാൻ വിട്ടുകളയുന്നു. എന്തുകൊണ്ട്? ആവേശ കമ്മിറ്റിയാണ്. ചേരും, ജോയിൻ ചെയ്യും, പൂർത്തിയാക്കൂല. അവരെ കുറിച്ച് ഞാൻ പറയുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് മാറ്റം ഉണ്ടാവുന്ന ഉറപ്പാണോ നിങ്ങൾ അഡ്മിനുമായിട്ട് ബന്ധപ്പെട്ടതിന് ശേഷം മാത്രം ജോയിൻ ചെയ്യുക. ശൈലജ സംസാരിക്കുന്നുണ്ടോ? ക്യാമറ ഓണാക്കി, സോറി, മൈക്ക് വെറുതെ ഓണാക്കിയതാണല്ലേ. ശരി, ഇനി ആർക്കെങ്കിലും സംസാരിക്കാനുണ്ടോ? എനിവൺ? ഹലോ സാർ, ഞാൻ വളരെ സന്തോഷത്തിലാണ്. മോനെ ഇന്നലെ ഇച്ചിരി തടസ്സങ്ങളൊക്കെ ഉണ്ടായെങ്കിലും ഉച്ചയായി എത്തിയപ്പോൾ, എന്നാലും മോനും നല്ല സന്തോഷത്തിലായി. നല്ല പരിപാടിയാണ്, നല്ല സുഖമുണ്ടെന്നൊക്കെ പറഞ്ഞ്, മനസ്സിനൊക്കെ നല്ല സുഖമുണ്ട്, കുഴപ്പമില്ല.
ഇഷ്ടപ്പെട്ടു. ഉം. എന്നൊക്കെ 9-ാം പറഞ്ഞ് തീയതി നല്ല ഇനി സന്തോഷം. എറണാകുളത്ത് വെച്ചിട്ട് 9-ാം തീയതി നമുക്ക് എറണാകുളത്ത് വെച്ചൊരു പ്രോഗ്രാം ഉണ്ട്. അതിലും കൂടി മോനെ പങ്കെടുപ്പിക്കാൻ പറ്റുമോ കേട്ടോ? ആ അത് നോക്കാം സാർ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. പബ്ലിക്കിനുള്ള പ്രോഗ്രാം അല്ല, ട്രഷറിന്റെ ആൾക്കാർക്കുള്ളതാണ്. ഇന്നലെ കണ്ടില്ലേ നിങ്ങൾ? ഒന്ന് ആലോചിച്ച് നോക്കൂ ശ്രീജ. ഇന്നലെ ആ നമ്മൾ ട്രഷർ ബാച്ച് 7-ാമത്തെ ബാച്ചിനുള്ള ഒരു സ്പെഷ്യൽ പ്രോഗ്രാം ആയിരുന്നു. നമ്മൾ അതെ അതിന് അതെ പബ്ലിസിറ്റി കൊടുത്തിട്ടില്ല, പോസ്റ്റർ അടിച്ചിട്ടില്ല, നമ്മൾ അതിന് ഒന്നും ചെയ്തിട്ടില്ല. ഒരു അതെ എന്താ പറയാ, ഒരു വീഡിയോ പോലും ചെയ്തിട്ടില്ല. ഇന്നലെ നമ്മൾ അതെ വിചാരിച്ചതിന് ഇരട്ടി ആൾക്കാർ അവിടെ എത്തിയത്. അതെ ശരിയല്ലേ? അതെ ഞങ്ങൾ പിന്നെ തീർച്ചയായിട്ടും അവിടെ എല്ലാ സീറ്റും ഫുള്ള്. ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് കസേര ഇട്ട് തരുമായിരുന്നല്ലോ. എന്റെ നെഞ്ചത്തോട് കയറി ഇരിക്കേണ്ടി വന്നു. കാരണം അത്രയും ആൾക്കാരായിരുന്നു. ഒരു പബ്ലിസിറ്റി ഇല്ലാതെ തന്നെ അത് എന്തുകൊണ്ടാണ് ചോദിക്കുകയാണെങ്കിൽ അതിന്റെ മാറ്റം അത്രയുമാണ്. ഇതല്ലാണ്ട് വേറെ മാറാൻ വഴിയില്ല എന്നതാണ്. മനസ്സിലായി? ചിന്തയിലും കാഴ്ചപ്പാടിലും മാറ്റം കൊണ്ടുവരികയല്ലാതെ ഒരു വഴി വേറെ ഇല്ല. ഹലോ ആ പറയൂ. ഹലോ നമസ്കാരം, മോഹൻദാസ് ആണ്. മോഹൻദാസ് സാർ പറയൂ. ആ ഞാൻ ഈ സ്ഥിരമായി രാവിലത്തെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാറുണ്ട്. ഏതായിരുന്നാലും ഈ ഓൺലൈൻ ക്ലാസ്സിൽ ഞാൻ ചേരാൻ ആലോചിച്ചിട്ടുണ്ട്. എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്, ഞാനൊരു പൊതുപ്രവർത്തകനാണല്ലോ. നിരവധി സംഘർഷങ്ങളും അതുപോലെ തന്നെ പ്രതിസന്ധികളും ഇടയിലാണ് ഞാൻ ഈ ഹാപ്പി പാർക്കിനെയും സാറിന്റെ പ്രഭാഷണവും കേൾക്കാനിട വന്നത്. ഇതില് നമ്മൾ ശ്രദ്ധിച്ചൊരു കാര്യം, നാട്ടില് പല തട്ടിപ്പുകളൊക്കെ നടക്കുന്നുണ്ടല്ലോ. ആ കൂട്ടത്തിൽ തികച്ചും ശാസ്ത്രീയമായാണ് EFT എന്നും ഈ മണി മൈൻഡ് സെറ്റ് എന്നും, മണി മൈൻഡ് പണമുണ്ടാക്കുന്നതിനുള്ള ധാരാളം മാർഗങ്ങൾ ഇന്ന് നാട്ടിലുണ്ട്. അതുപോലെ മനസമാധാനം നൽകും, ശാന്തി തരും, സമാധാനം തരും എന്നൊക്കെ പറഞ്ഞ് നിരവധി ആത്മീയ തട്ടിപ്പുകളും ഒക്കെ നടക്കുന്നതിനിടയിൽ തികച്ചും ശാസ്ത്രീയമായ ഒരു പ്രോഗ്രാമാണ് ഇത് എന്നറിഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ, അതുപോലെ കോഴിക്കോട് EFT ക്ലാസ്സിൽ പങ്കെടുക്കാനും എനിക്ക് കഴിഞ്ഞു. അതിൻ്റെ തുടർച്ചയായി അതിലൊന്ന് പങ്കെടുത്തപ്പോഴാണ് അതിൻ്റെ ഒരു സുഖം തികച്ചും മനസ്സിലാക്കാൻ കഴിഞ്ഞത്. മാത്രമല്ല, നമ്മളൊക്കെ മനസ്സിലാക്കിയിരുന്നത് ഈ വികാരങ്ങളെയും മനസ്സിനെ ശാന്തമാക്കാനും വിചാരങ്ങളെ നിയന്ത്രിക്കാനും ഋഷിവര്യന്മാർക്കും അതുപോലെ പ്രവാചകന്മാർക്കും ഒക്കെ കഴിയുള്ളൂ എന്നാണ് നമ്മളൊക്കെ കരുതി പോന്നിരുന്നത്. ഈ EFTയിലൂടെയൊക്കെ നമുക്ക് ഓരോരുത്തർക്കും നമ്മളെ വിചാരങ്ങളെ നിയന്ത്രിച്ച് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയും എന്ന് തെളിയിക്കുന്ന ഒരു പ്രോഗ്രാമായി EFT മാറിയിരിക്കുകയാണ്. അതുപോലെ സാറിൻ്റെ ഓരോ കോഴ്സുകളും. എനിക്കതിൽ തോന്നിയ ഒരു കാര്യം, ലോകത്ത് ഇന്ന് ശാസ്ത്ര സാങ്കേതിക വിദ്യ ഇത്ര വളരെ പുരോഗമനത്തിലെത്തി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ലോകത്തിലേക്ക് കടക്കുകയാണ്. പക്ഷെ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ചിന്തയിലേക്ക് ശാസ്ത്രലോകവും ആരോഗ്യ ലോകവും ഒന്നും എത്തിപ്പെടുന്നില്ല? വളരെ വ്യത്യസ്തമായൊരു മേഖലയിലേക്കാണ് ഈ ഹാപ്പി പാർക്കിന്റെ കരീം സാറിന്റെ ഈ ഒരു വിഷയം എത്തിപ്പെട്ടിട്ടുള്ളത്. എത്ര തന്നെ നന്ദി പറഞ്ഞാലും മതിയാകാത്ത, എത്ര തന്നെ ആളുകൾ ഇതിലേക്ക് ആകർഷിച്ചാലും മതിയാകാത്ത വിധം ഇതിന്റെ വിപുലീകരണത്തിന് ഇപ്പൊ ഈ ഓൺലൈൻ ക്ലാസ്, അതിൽ ചെറിയ ഫീസ്, ഇതെല്ലാം വലിയ തോതിലുള്ള ഗുണം ചെയ്യും. സമൂഹത്തിനാകെ വലിയ പുരോഗതി കൈവരിക്കാൻ ഈ ഹാപ്പി പാർക്കിന്റെ ഈ കോഴ്സ് കൊണ്ട് കഴിയും എന്ന് പ്രത്യാശിക്കുകയാണ്. ഞാൻ പലരെയും ഇതിലേക്ക് ശുപാർശ ചെയ്തിട്ടുണ്ട്. 1-2 ആളുകളെ ഇതിനകം തന്നെ ചില പ്രശ്നങ്ങളുള്ളവരെ ഞാൻ ഇവിടുന്ന് കിട്ടിയ വിവരം വെച്ച് അവരൊന്ന് ട്രീറ്റ് ചെയ്തപ്പോൾ തന്നെ പലരും അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള നടപടി നീങ്ങിയിട്ടുണ്ട്. ചിലരെല്ലാം ഈ കോഴ്സിൽ ചേരാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്തായിരുന്നാലും വളരെ വളരെ നല്ല ഒരു പ്രോഗ്രാം, ഇതുവരെയുള്ള ശാസ്ത്രലോകം പോലും കണ്ടെത്താത്ത പുതിയൊരു മേഖലയാണ് ഹാപ്പി പാർക്കിലൂടെ ഡോക്ടർ കരീം സാർ കണ്ടെത്തിയിട്ടുള്ളത്. വളരെ വളരെ നന്ദി. നിങ്ങളുടെ ഈ പ്രോഗ്രാം കൂടുതൽ ജനങ്ങളിൽ എത്താൻ കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കാം. നന്ദി, സാറേ, നമസ്കാരം. ശാസ്ത്രലോകം കണ്ടെത്തിയ കാര്യങ്ങളാണത്. ഞാനത് ക്രോഡീകരിച്ചു എന്നേ ഉള്ളൂ. ഇതെല്ലാം സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം, പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം, മനുഷ്യന്റെ കെമിക്കൽസ്, ന്യൂറോൺസ്, ഇതിന്റെ വൈബ്രേഷൻസ്, സബ് കോൺഷ്യസ്, കോൺഷ്യസ്, ഇതെല്ലാം ശാസ്ത്രം കണ്ടെത്തിയത് തന്നെയാണ്. ഞാൻ അതിനെ വളരെ ശാസ്ത്രീയമായിട്ട്, ശാസ്ത്രം കണ്ടെത്തിയതിനെ ആളുകൾക്ക് ഗുണപ്രദമായ രൂപത്തിൽ, ഹീലിംഗ് സംഭവിക്കുന്ന രൂപത്തിൽ ഞാൻ ക്രോഡീകരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ.
ഇതെല്ലാം സയന്റിഫിക് ആണ്. ഇതിൽ ഏതാ സയന്റിഫിക് അതെ അല്ലാത്തത്? അതെ സയന്റിഫിക് ആണ്, തീർച്ചയായിട്ടും ബ്രെയിനിന്റെ ശാസ്ത്രീയം വേവ്സ് തന്നെയാണ്. എല്ലാം അതെ അതെ സയന്റിഫിക് ആണ്. അതെ 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 ശാസ്ത്രീയാണ്. പക്ഷെ ഇങ്ങനെ ജനങ്ങളിലേക്ക് ഇത് എത്തുന്നത് വളരെ വളരെ വിരളാണ്. വല്ല മെന്റൽ ഡിപ്രഷനോ അതുപോലെയുള്ള അതായത് ഇതിന്റെ സംഗതി എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതിന്റെ ഓരോ ശാഖകളും കൊമ്പുകളും ചില്ലകളും വ്യത്യസ്ത രൂപത്തിലോട്ട് ശാസ്ത്രീയമായിട്ട് ഇങ്ങനെ ചിതറിക്കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ തീർച്ചയായും ആർക്കും ഉപയോഗിക്കാൻ പറ്റാതായിരിക്കുകയാണ്. അതിനെ നമ്മൾ എന്ത് ചെയ്തു? കോർത്തിണക്കിയിട്ട് ആ ശാസ്ത്ര സത്യങ്ങളെയും ഫിലോസഫിയെയും മുഴുവനും കോർത്തിണക്കിയിട്ട് മനുഷ്യർക്ക് ഉപകാരപ്രദമായ രൂപത്തിൽ ഒരു ഒരു കൊടക്കീഴിൽ കൊണ്ടുവന്നു എന്നതാണ് സാർ അന്ന് അനുഭവിച്ച ആ ഒരു സുഖത്തിന്റെ അതൊരു വല്ലാത്തൊരു ഇതാണ്. സാർ അത് ഇപ്പോഴും ചെയ്യാറില്ല? ഡയറി ചെയ്യുന്നില്ലേ സാറേ? തീർച്ചയായിട്ടും ഉണ്ട്. ഡെയിലി ചെയ്യാറുണ്ട്. രാവിലെ 5 മണിക്ക് എണീക്കാറുണ്ട്. സാറിന്റെ രാവിലത്തെ പ്രഭാഷണം കേൾക്കാറുണ്ട്. EFT ചെയ്യാറുണ്ട്. അതെല്ലാം ഒരു തടസ്സവും കൂടാതെ പോകുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസം യാത്രയിലായപ്പോൾ പോലും ട്രെയിനിൽ ഇരുന്നു കൊണ്ട് ഞാൻ അത് മെയിൻറ്റെയിൻ ചെയ്തു. പ്രഭാഷണം കേട്ടു. EFT ചെയ്യാനോട് അത്ര സൗകര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ സാറിന്റെ പ്രഭാഷണം രാവിലത്തെ 6:30 കേട്ടു. നല്ല അനുഭവമായിട്ട് വരുന്നുണ്ട്. മണി മൈൻഡ് സെറ്റിൽ ഇപ്പൊ ഉണ്ടോ സാറ്? ഉണ്ട്. എങ്ങനെയുണ്ട് മണി മൈൻഡ് സെറ്റിനെ കുറിച്ചൊന്ന് പറയൂ. എങ്ങനെയുണ്ട് മണി മൈൻഡ് സെറ്റിന്റെ കാര്യത്തിൽ അതിപ്പോ എന്റെ വ്യക്തി ജീവിതവുമായിട്ട് അതിനെ വേണ്ടത്ര കൂട്ടിയിണക്കാൻ പ്രയാസമുണ്ട്. കാരണം ഞാനൊരു പൊതുപ്രവർത്തകനാണ്. അങ്ങനെ ഒരു ലാഭേച്ഛ കൂടാതെ ഒരു സാമ്പത്തിക ലാഭ ചിന്തയില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ച് ഈ മണി മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് എത്രമാത്രം എഫക്റ്റീവ് ആവും എന്നുള്ളത് എനിക്ക് വേണ്ടത്ര തോന്നിയില്ല. അത് അങ്ങോട്ട് ഞാൻ പോയി നോക്കിയിട്ടില്ല. അതായത് അദ്ദേഹത്തിന് പണം ഉണ്ടാക്കുന്ന വിഷയത്തിലല്ല താല്പര്യം, ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ അദ്ദേഹത്തിന് മണി മൈൻഡ് സെറ്റിനേക്കാളും വേണ്ടത് ഇതാണെന്നുള്ളതാണ്. ഇത് EFT എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ശരിയാണ്. കാരണം EFT യും മണി മൈൻഡ് സെറ്റും രണ്ടാണ്. EFT എന്ന് പറയുന്നത് സാറ് പറഞ്ഞ പോലെ ഈ രൂപത്തിലാണ്. പക്ഷെ മണി മൈൻഡ് സെറ്റ് എന്ന് പറയുന്നതും അതും സാറ് അത് പലതവണ കേൾക്കണം. നമ്മൾ പണം ഉണ്ടാക്കുമ്പോഴേ നമുക്ക്. ഞാൻ ചോദിക്കട്ടെ, ഞാനൊരു പരമദരിദ്രനാണെങ്കിൽ, ഞാൻ ദരിദ്രനായിരുന്നുവെങ്കിൽ, എൻ്റെ കയ്യിൽ പണമൊന്നും ഇല്ലായിരുന്നുവെങ്കിൽ എനിക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോയി സഞ്ചരിക്കാനോ, പിന്നെ എന്താ പറയാ, ഹൈദരാബാദിലും ബോംബെയിലും ദുബായിലും ഇങ്ങനെയുള്ള രാജ്യങ്ങളിലും സംസ്ഥാനങ്ങളിലും പോകാനോ വലിയ വലിയ ആൾക്കാരെ കാണാനോ വലിയ ക്രൂസ് ചെയ്യാനോ ഒന്നും പറ്റൂല. പൈസ ഉള്ള ആൾക്കാർക്ക് അനിവാര്യതയാണ് ഈ കാലഘട്ടത്തിൽ. എന്തായാലും അത് അനിവാര്യമാണ്. പണം ഉണ്ടാക്കണം. നമ്മൾ പണം ഉണ്ടാക്കണം. നല്ല നിലക്ക് വൈറ്റ് മണി ഉണ്ടാക്കണം. വൈറ്റ് മണി അല്ലെങ്കിൽ ഹലാലായ മാർഗം എന്നൊക്കെ പറയും. വൈറ്റ് മണി അതായത് ആരെയും വഞ്ചിക്കാതെ. ഉദാഹരണമായിട്ട് ഒരാളിപ്പോ EFT കോഴ്സിന് വേണ്ടി ചേരുന്നു നോക്കുക. ഞാൻ സാറോട് തന്നെ ചോദിക്കുന്നു, സാറ് ഇപ്പൊ EFT കോഴ്സിന് ചേരുന്നു. ഈ EFT കോഴ്സിന് സാറ് അടച്ച ഫീസിന്റെ എത്രയോ ഇരട്ടി സാറിന് കിട്ടുമ്പോൾ അതാണ് വൈറ്റ് മണി. നമ്മൾ നൽകുന്ന സേവനം നമുക്ക് ലഭിക്കുന്ന ഫീസിനേക്കാളും കൂടുതലാകുമ്പോൾ ദാറ്റ് ഈസ് വൈറ്റ് മണി. അപ്പൊ ഹാപ്പി പാർക്കിന്റെ മുഴുവൻ പണവും മുഴുവനും വൈറ്റ് മണിയാണ്. നമ്മൾ ഇതുകൊണ്ട് ഒത്തിരി ചാരിറ്റി ചെയ്യുന്നു, ഗുണങ്ങൾ ചെയ്യുന്നു, നാട്ടിന് ഗുണമുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, പുതിയ പുതിയ കോഴ്സുകൾ ഉണ്ടാക്കുന്നു. ആകെ അതായത് നല്ലവരുടെ കയ്യിൽ പണം ഉണ്ടായാൽ അത് സമൂഹത്തിൽ നല്ലതായിരിക്കും. പണം ഉണ്ടാക്കണം. മനസ്സിലായില്ലേ? പണമില്ല കാര്യമൊന്നുമല്ല എന്ന് പറഞ്ഞിട്ട് പള്ളിയിൽ നിന്ന് ഇങ്ങനെ സംസാരിച്ചു. അപ്പൊ ഒരാൾ പറഞ്ഞു, ഈ പള്ളി ഉണ്ടാക്കിയത് പണമുള്ളവരാണ്. ഇപ്പോഴത്തെ ഫാനിന്റെ ക്യാഷ് കൊടുക്കുന്ന പണമുള്ളവരാണ്. അതുകൊണ്ട് പണം ഉണ്ടാക്കണം നല്ല നിലയിൽ. ഓക്കെ, തീർച്ചയായിട്ടും നോക്കാം. ശരി, സന്തോഷം. ശരി, അപ്പൊ ഏതായാലും വലിയ സന്തോഷം. ഇത്രയൊക്കെ കേട്ടിട്ട് അടുത്ത 16-ാം തീയതി തുടങ്ങുന്ന EFTയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ഒന്നും കൂടി എസ് അടിക്കുമോ? അതിൽ സാർ അതിന്റെ ലിങ്ക് അയച്ചിട്ടുണ്ട്. EFTയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ഒന്നുകൂടി എസ് അടിക്കോ, ഒന്ന് താഴെ എസ് അടിക്കോ. ഈ അടിച്ച ആൾക്കാർ മുഴുവനും നമ്മുടെ ഓഫീസുമായിട്ട് കോണ്ടാക്ട് ചെയ്തതിന് ശേഷം ഫീസ് അടച്ചാൽ മതി. വെറുതെ ഒന്നും നിങ്ങൾ ഈ കോഴ്സിന് ചേരണ്ട. ഫ്രീ അല്ല ഈ കോഴ്സ്. EFTയുടെ കോഴ്സ് ഫ്രീ അല്ല, അതിന് ഫീസ് ഉണ്ട്, പറഞ്ഞല്ലോ. മണി മൈൻഡ്സിൽ പങ്കെടുത്ത ആൾക്കാർക്ക് 6,500 പങ്കെടുക്കാത്ത ആൾക്കാർ 8,500. പക്ഷെ 8,500 അടക്കുന്നവർക്ക് മണി മൈൻഡ് സെറ്റ് കൂടെ ഉണ്ടാവും. ഫ്രീ അല്ല കോഴ്സ്. ഫ്രീ ആയിട്ട് കൊടുത്തിട്ട് കാര്യമില്ല, അത് നിങ്ങൾ ചെയ്യൂല.
കാരണം ഇതിന് മെന്റർമാർ വേണം, ഇതിന് ഒരുപാട് സൗകര്യങ്ങൾ വേണം കേട്ടോ. ഇന്നത്തെ ഫീ തന്നെയാണോ? ആ ഫീ തന്നെയാണ്, ആ ഫീ തന്നെയാണ്, അതിന് മാറ്റമൊന്നും ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ ഒരു ഓഫർ ഫീസ് കൊടുത്തതാണ്, കാരണം ഇത് സാധാരണക്കാർക്ക് കിട്ടട്ടെ. 15,000 എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ ആൾക്കാർക്ക് പിന്നെ എന്താ പറയാ, വെരി ഗുഡ്, ചില ആൾക്കാർക്ക് അത് ബുദ്ധിമുട്ടാവും. പക്ഷെ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും, അത്രയും ചെയ്യണത്, അപ്പോഴേ ഇത് ഒരു ഗുണം ഉണ്ടാവും. ഏതായാലും ശരി, വലിയ സന്തോഷം. സിസി മാഡം വെരി ഗുഡ്, വളരെ നന്ദി പറയുന്നു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. സാറേ, ഈ ആൾക്കാർ മുഴുവനും ഒരുപാട് ആൾക്കാർ പങ്കെടുക്കാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അവരെല്ലാവരും ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അവരൊക്കെ കോണ്ടാക്ട് ചെയ്തിട്ട് വളരെ സീരിയസ് ആണോ എന്ന് വരുത്തുക. സാറേ നമസ്തേ. സാറ് ഈ ഓഫ്ലൈനിൽ എടുത്തു കഴിഞ്ഞ ഓൺലൈനിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓഫ്ലൈൻ EFT ഉള്ളപ്പോ ചേരാൻ പറ്റുമോ? പിന്നെ 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 അപ്പൊ പിന്നെ നിങ്ങൾക്ക് പകുതി ഫീസിന് ചേരാൻ പറ്റും. ഓൺലൈൻ പങ്കെടുത്ത ഒരാൾക്ക് ഓഫ്ലൈനും പങ്കെടുക്കാം. ചോദിക്കാനായിരുന്നു. നേരിട്ട് അനുഭവിക്കാം. ഓഫ്ലൈനിൽ സാറിന്റെ അടുത്ത് വന്നൊന്ന് പങ്കെടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, അതുകൊണ്ടാ. അത് വേറെ ലെവലാണ്, നേരിട്ട് പങ്കെടുക്കുന്ന വേറെ ലെവലാണ്. അതെ അതെ അതെ, സാറിന്റെ അടുത്ത് വന്ന്. ശരി സാർ, താങ്ക് യു. താങ്ക് യു. ഹലോ സാർ. പറയൂ. ഞാനാണ്, മനസ്സിലായോ? പേര് പറയൂ. ഞാൻ ഉഷാദേവി. ഉഷാദേവി. ഞാനാണ് പറഞ്ഞത് മനസ്സിലായില്ല. ഉഷാദേവി പറഞ്ഞപ്പോ മനസ്സിലായി. പറയൂ സാറേ. ഞാനിപ്പോ ഭയങ്കര സന്തോഷത്തിലാണേ. കാരണം സാറിന് അറിയാലോ, സാറ് ഞാൻ സ്പെഷ്യൽ ബസ് അയച്ചതൊക്കെ സാറിന് അറിയാലോ. അപ്പൊ ഞാനിപ്പോ 2 കാര്യമാണ് പറയുന്നത്. എനിക്ക് ഒന്നാമതായി ഇപ്പൊ മോഹൻദാസ് സാറ് സംസാരിച്ചില്ലേ, മണി മൈൻഡ് സെറ്റ് കയറിയിട്ട് എനിക്ക് അത്ര വലിയ ഇതായിട്ട് തോന്നുന്നില്ല എന്നുള്ളത് ഒന്ന്. എനിക്ക് ആ സാറിനോട് ചോദിക്കാനുള്ളത്, സാറൊരു പൊതുപ്രവർത്തകനാണ്. ആ സാറിന് നാളെ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ഈ പൊതുപ്രവർത്തകർ, ഈ സഹായിക്കുന്നവരെല്ലാം ആ സാറിനെ നോക്കുമോ? അല്ല, സാറിന്റെ കാര്യത്തിൽ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. നിങ്ങൾ തന്നെ സാറിന്റെ കയ്യിലെ കൂടണ്ട. സാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് അതാണ്. എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ല. അതുകൊണ്ട് മണി മൈൻഡ് സെറ്റിൽ നമ്മൾ കയറുമ്പോൾ അത് കുറച്ച് നമ്മളത് ശ്രദ്ധിച്ചാൽ ഉറപ്പായിട്ടും നമ്മുടെ ലൈഫിൽ നമുക്കത് നല്ലൊരു രീതിയിൽ തന്നെ എത്തിച്ചേരാൻ കഴിയും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതൊന്ന്. രണ്ടാമത് EFT എന്ന് പറഞ്ഞാൽ സാറിനറിയാലോ, ഞാൻ വളരെ വിഷമിച്ചാണ് ഞാൻ ഈ കോഴ്സിൽ വന്ന് ചേർന്ന ഒരു ദിവസം. അന്നു മുതൽ, അതായത് കഴിഞ്ഞ വർഷം 25 ജൂലൈയിലാണ് ഞാൻ സാറിൻ്റെ കൂടെ ഫസ്റ്റായിട്ട് വന്ന് EFT ബേസ് ചെയ്യുന്നത്. അന്നു മുതൽ ഇന്ന് വരെ ഓരോരോ സാർ പറയാറില്ല, പ്രശ്നങ്ങളെല്ലാം ജീവിതത്തിൽ വരും, അത് പോകും, ഇല്ലേ? പക്ഷെ അത് പോകണം, അത് മാറിപ്പോകണം എന്നുണ്ടെങ്കിൽ നമുക്കതിനെ നേരിടാനുള്ള ധൈര്യം വേണ്ടേ, അതിനുള്ള അറിവ് വേണ്ടേ, ബോധം വേണ്ടേ? അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ പറയുന്നു, എനിക്ക് എന്നെ കണ്ട്, അതായത് എൻ്റെ ഇപ്പോഴത്തെ ലാസ്റ്റ് ഫൈനൽ, സാറിനറിയാം എന്താ സംഭവിച്ചതെന്ന്. എൻ്റെ ഹസ്ബൻഡിനെ തിരിച്ചു കിട്ടുമെന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ അദ്ദേഹത്തെ ദൈവം സെറ്റിയെ കൊണ്ട് എത്തിയിട്ടുണ്ട്. ഞാൻ യാതൊരു കുഴപ്പമില്ലാതെ ദൈവം നിരീക്ഷിച്ചിരിക്കുന്നു. എൻ്റെ ഓരോ ICU കിടത്തിയ അതേ ഓരോ ദിവസവും ഞാൻ ആ മുറിയുടെ ഫ്രണ്ടിലിരുന്ന് EFT ചെയ്യുമായിരുന്നു. ഞാൻ. അങ്ങനെ ഡോക്ടർമാർ പോലും തിരിച്ചു കിട്ടില്ല എന്ന് പറഞ്ഞ എൻ്റെ ഹസ്ബൻഡ് എനിക്ക് തിരിച്ചു കിട്ടി. പക്ഷെ സാറിനറിയാം, ഇതിനകത്ത് എൻ്റെ ഫ്രണ്ട്സ് മുഴുവൻ ഇത് കേട്ടോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അവരൊക്കെ ഹോസ്പിറ്റലിൽ വന്നു, അല്ലാതെ എന്നോട് ചോദിച്ചു, നിനക്ക് എങ്ങനെ ധൈര്യമായിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇത് കൈകാര്യം ചെയ്യാൻ പറ്റി എന്ന് എന്നോട് ചോദിച്ചു. എൻ്റെ ആ ഒരു അനുഭവം മാത്രം മതി. ഇപ്പൊ ഒരു 4-5-6 പേര് ഈ ക്ലാസ്സിൽ കയറിയിട്ടുണ്ട്. എന്നോട് ചോദിച്ചു എങ്ങനെയെന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, ഇതാണ് എൻ്റെ സംഭവം. അപ്പൊ ആദ്യം ഒന്നും പറഞ്ഞപ്പോ ആരും കേട്ടില്ല. അവർക്ക് എൻ്റെ അനുഭവം കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി, മണി മൈൻഡ് സെറ്റ് കയറിയിട്ടുണ്ട്, എല്ലാവരും സാറിന്റെ ക്ലാസ്സിലേക്ക് കയറിയിട്ടുണ്ട്. ഇത് അനുഭവമാണ്. സാറ് പറയുന്ന പോലെ ഇത് സ്വന്തം അനുഭവമാണ്. ആ അനുഭവം എൻ്റെ ഫ്രണ്ട്സ് കണ്ടതാണ്. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ പറയുന്നു, നിങ്ങൾ എല്ലാവരും മണി നോക്കണ്ട, പൈസ നമ്മൾ ശ്രദ്ധിക്കേണ്ട. തൽക്കാലം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സമാധാനവും സന്തോഷവും
ധൈര്യവും ഭയവും ഇതെല്ലാം ഭയം മാറ്റി ദൂരെ കളഞ്ഞിട്ട് നമുക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് ജീവിക്കാനുള്ള ഏക ഒരു ക്ലാസ് എന്ന് പറയുന്നത്, ഏക ഒരു മാർഗം എനിക്ക് എൻ്റെ മുന്നിൽ തോന്നിയത് ഈ സാറിൻ്റെ ഹാപ്പി പാർക്കിൽ വന്നതിന് ശേഷമുള്ള സാറിൻ്റെ കൂടെയുള്ള നിരന്തരമായിട്ട് EFT ബേസ്, അഡ്വാൻസ്, മാസ്റ്റർ, ട്രഷർ ഇത്രയും കഴിഞ്ഞു എങ്കിലും ഇനി എനിക്ക് വീണ്ടും 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 ചേർന്ന് സാറിൻ്റെ കൂടെ പഠിക്കണം, അല്ലെങ്കിൽ കുറെ നമുക്ക് കുറെ അറിവുകൾ കിട്ടണം എന്നുള്ള ഒറ്റ ഒരു രീതിയിലാണ് ഞാൻ ഇപ്പോഴും ഇരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ അനുഭവമാണ് എൻ്റെ സാക്ഷ്യം. മനസ്സിലായോ? എല്ലാവരും തീർച്ചയായിട്ടും നിങ്ങൾ ചെറിയ എമൗണ്ട് കൊടുത്തിട്ട് ഇതിൽ കയറിയിട്ട് നിങ്ങൾക്ക് മണി ഉണ്ടാക്കാം, നിങ്ങൾക്ക് ജീവിതം സുഖമായിട്ട് പോകാം, പ്രശ്നങ്ങളെ ധൈര്യമായിട്ട് നേരിടാം എന്നതാണ് എൻ്റെ ഒരു അനുഭവം. അതുകൊണ്ട് എല്ലാവരും ചേരുക. നമസ്തേ സാർ, അത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ. ഓക്കെ, വളരെ സന്തോഷം. ഇതൊരു ചെറിയ കാര്യമല്ല അവർ പറഞ്ഞത്. കാരണം ഇത് എന്താ പറയാ, നമ്മൾ വിതക്കാത്തത് നമ്മൾ കൊയ്യില്ല, വിതച്ചതേ കൊയ്യൂ. നമ്മൾ വിതക്കാൻ നമുക്ക് അറിയില്ല. ഈ EFT ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ അറിഞ്ഞ് വിതക്കാൻ പറ്റും. അതാ അതിന്റെ ഒരു ഗുണം. ചേച്ചിക്ക് ഒരുപാട് നന്ദിയുണ്ട് ഇത്രയും വന്ന് പറഞ്ഞതില്. കാരണം ഒരു മാസം എനിക്കറിയാം, ഓരോ ദിവസം ഞാൻ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു, ഞങ്ങൾ തമ്മിൽ സംസാരിക്കും. ഞാൻ പറഞ്ഞു ചേച്ചി ഇതേ മൂഡില് നല്ല ഹാപ്പി ആയിട്ട് പഴയ ആളായിട്ട് വന്ന് ഇതിന് വന്ന് സംസാരിക്കും എന്ന് ഞങ്ങൾ എപ്പോഴും പറയായിരുന്നു. അല്ല, ഒരുപാട് സന്തോഷമുണ്ട് ചേച്ചി ഉഷ മേഡം ഇന്നലെ എറണാകുളത്ത് വരാൻ പറ്റിയില്ല അല്ലേ? ഇന്നലെ എറണാകുളത്ത് വരാൻ പറ്റിയില്ല. പറ്റിയില്ല. അതിൽ നല്ല വിഷമമുണ്ട്, പറ്റിയില്ല. പക്ഷെ ഞാൻ ഇനിയും വരും, അടുത്തതിലെല്ലാം ഞാൻ വരും. ഇന്നലത്തെ എറണാകുളത്തെ പ്രോഗ്രാം വളരെ ഗംഭീരമായിരുന്നു. കാരണം ജനനിബിഡമായിരുന്നു. നമ്മൾ വളരെ എന്താ പറയാ, ആരോടും പറയാതെ രഹസ്യമാക്കിയാണ് പ്രോഗ്രാം നടത്തിയത്. പക്ഷെ ആളുകൾ അറിഞ്ഞ് വലിയ ഇതായിരുന്നു. അതായത് ഹോൾ നിറച്ച ആളായിരുന്നു. പിന്നെ നല്ല ഡീപ്പായിരുന്നു, നല്ല പോസിറ്റീവായ ആൾക്കാർ, നല്ല വൈബായിരുന്നു പ്രോഗ്രാം. മനസ്സിലായി? പക്ഷെ പറ്റിയില്ല. സോറി. കുഴപ്പമില്ല. നെക്സ്റ്റ് വന്നാൽ മതി. നിങ്ങൾ വന്നിരുന്നെങ്കിൽ സീറ്റ് ഉണ്ടാവുമായിരുന്നില്ല. അത്രയും ക്രൗഡായിരുന്നു. അതുപോലെ സാർ 12:30 1 മണി എത്ര വൈകിയാലും ഞാൻ EFT ചെയ്യാതെ ഇന്ന് വരെ കിടന്നുറങ്ങാറില്ല. അത് പറയാൻ കാര്യം, ഒരു ഡേയിൽ എനിക്ക് എപ്പോഴാ സമയം കിട്ടുക അപ്പം ഞാൻ ചെയ്തിട്ടേ ഞാൻ കിടക്കാറുള്ളൂ. അതിന്റെ ഗുണം എനിക്കുണ്ട് സാർ. ഒരു സംശയമില്ല, അതിന്റെ ഗുണമുണ്ടാവും. കാരണം EFT എന്ന് പറയുന്ന ടൂൾ അത്രയും ഡീപ്പാണ്. ജോമോൻ PP, ക്യാൻ യു ഹിയർ? കേൾക്കാമോ? ID കണ്ടവർ തോന്നി. ജോമോൻ ശരി. അപ്പൊ ഏതായാലും വലിയ സന്തോഷം. അപ്പോ ഇനി മുതൽ മണി മൻസൂറിനെ പോലെ EFTയും കേരളത്തിന് കിട്ടാൻ വേണ്ടി പോവാണ്. അതും 100% റിസൾട്ട് കംപ്ലീറ്റ് EFTയുടെ മുഴുവൻ ടൂൾസ്. ബിന്ദു സംസാരിക്കുന്നുണ്ടോ? ബിന്ദു പ്രകാശൻ സംസാരിക്കുന്നുണ്ടോ? ജോമോൻ സർ സംസാരിക്കുന്നുണ്ടോ? മൈക്ക് ഓൺ ആക്കിയത് കൊണ്ടാണ് ചോദിക്കുന്നത് കേട്ടോ. ഹലോ, എങ്ങനെയുണ്ടായിരുന്നു സാർ? ഇന്നലെ ഉണ്ടായിരുന്നില്ലേ കോഴിക്കോട്, എറണാകുളം? ഇല്ല സാർ, ഇല്ല, ഞാൻ ഇന്നലെ വരാൻ പറ്റിയില്ല. ഇന്നലെ ഉണ്ടായിരുന്നില്ല. ഓക്കെ. EFT പങ്കെടുത്ത ആളാണോ? ഇല്ല, മണി മൈൻഡ് കഴിഞ്ഞിട്ടുള്ളൂ. ഓക്കെ. ഞാൻ ഇന്നലെ വേറെ സാർ, ഞാൻ വിചാരിച്ചു ആ സാറാന്ന് വിചാരിച്ചു. അല്ല. എങ്ങനെയുണ്ട് മണി മൈൻഡ്? എങ്ങനെയുണ്ട്? വളരെ നല്ലതാണ് സാറേ. ജീസൻ സാർ പറഞ്ഞിട്ടാണ് ഞാൻ ഇതിൽ ജോയിൻ ചെയ്തത്. ജീസൻ ഓക്കെ സാർ, വളരെ നല്ലത്. കടന്നു പോവാ, EFTയിൽ പങ്കെടുക്കുക, ട്രഷർ പങ്കെടുക്കുക, ജീവിതം മാറ്റുക, അടിച്ച് പൊളിച്ച് ഹാപ്പിയായി ജീവിക്കുക, സർവ്വ പ്രശ്നങ്ങളെയും വലിച്ചെറിയുക. അടുത്ത പ്രാവശ്യം എന്തായാലും പങ്കെടുക്കും. സന്തോഷം. ശരി. ഹലോ സാറേ, എൻ്റെ പേര് സുഭാഷിണി എന്നാണ്. ഞാൻ സാറിനൊരു പേഴ്സണലായിട്ടൊരു മെസ്സേജ് ഇട്ടായിരുന്നു. അപ്പോ സാറ് കണ്ടോന്നറിയില്ല. ഒരു 2 ദിവസം മുമ്പ് ഒരു ഇച്ചിരി കാര്യങ്ങളുണ്ടായിരുന്നു. സാറത് ഞാൻ EFTയിൽ കയറുന്നുണ്ട്. സാറ് അതിനൊരു പേഴ്സണലായിട്ട് മെസ്സേജ് എനിക്ക് വരാൻ സാധ്യതയില്ല. എന്റെ നമ്പർ അതിലൊന്നും ഉണ്ടാവില്ല. എനിക്കാണ് വന്നത് ഗരീം സാറേ ഇതില്. അതായത് മോളെയും ഇതല്ലേ? അതെ. അതിന് റീപ്ലൈ വന്നിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂട്ടോ.
ആണോ? വന്നിട്ടുണ്ട്. ഇത് അഡ്വക്കേറ്റ് സുഭാഷിനല്ലേ? അതെ 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 അതെ. അഡ്വക്കേറ്റ് അല്ല കേട്ടോ. പേഴ്സണൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. മെസ്സേജ് ഓക്കെ വന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ശരി, അത് ഓഫീസ് നമ്പർ ആയിരിക്കും ഉണ്ടാവുക. എൻ്റെ പേഴ്സണൽ നമ്പർ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. സാറേ മോളോടൊന്ന് സംസാരിക്കാൻ പറ്റുമോ സാറിന് പേഴ്സണൽ നമ്പറിൽ? ഇങ്ങനെ സംസാരിച്ചോളൂ. അവരോട് ഒരു കാര്യം ഈ ആൾക്കാരോടൊക്കെ പറയാനുള്ള എന്താ ചോദിക്കുകയാണെങ്കിൽ, പേഴ്സണലായിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണമൊന്നും വരുന്നില്ല. ഈ ടൂൾ ഉപയോഗിക്കണം. ഒരു ഡോക്ടറോട് നമ്മൾ അങ്ങാടിയിൽ നിന്നോ മാർക്കറ്റിൽ നിന്നോ സൂമിൽ നിന്നോ സംസാരിച്ചാൽ അയാൾക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ? അതിന് അയാൾക്ക് ടെലസ്കോപ്പ് വെച്ച് പരിശോധിക്കേണ്ടി വരും, മരുന്ന് എഴുതേണ്ടി വരും, സർജറി ഒക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് കാര്യങ്ങൾ ഉണ്ടാവേണ്ടി വരും. അപ്പം എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് പറയാനുള്ളത്, കരീം സാറേ നിങ്ങൾ പേഴ്സണൽ നമ്പർ തരുമോ എന്ന് ചോദിച്ച് വിളിക്കുന്നതിന് പകരം അങ്ങനെ വിളിക്കുകയാണെങ്കിൽ എത്രയോ ആൾക്കാരില്ല, ആയിരക്കണക്കിന് ആൾക്കാരില്ലേ. ഞാൻ എൻ്റെ സഹോദരങ്ങളൊക്കെ പറയാനുള്ള എന്താ ചോദിക്കുകയാണെങ്കിൽ, ഈ കോഴ്സ് ചെയ്യുക. ഈ കോഴ്സ് നിങ്ങളുടെ കൂടെ ഞാനുണ്ടാവും. എക്സ്പേർട്ടായ സിൻസിയറായ ജനങ്ങൾക്ക് മാറ്റം ഉണ്ടാവണമെന്ന് 100% ആഗ്രഹിക്കുന്ന അങ്ങനത്തെ ആൾക്കാരെ ഹാപ്പി പാർക്കിനോട് നിൽക്കാറുള്ളൂ. ഹാപ്പി പാർക്കിന്റെ കൂടെ ആർക്ക് നിലനിൽക്കാൻ സാധിക്കുമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ തന്നെ അത്ഭുതപ്പെടാറുണ്ട്. ഏതെങ്കിലും ഒരു കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത ഒരാൾ വന്നു കഴിഞ്ഞാൽ അയാൾ എന്തെങ്കിലും പറഞ്ഞ് തെറ്റിപ്പോവും, അല്ലെങ്കിൽ അയാൾ തന്നെ ഒഴിഞ്ഞു പോകും. 100% കമ്മിറ്റ്മെന്റ് ഉള്ള ആൾക്കാർക്ക് മാത്രമേ ഇതിനെ കൂടെ നിൽക്കാൻ തന്നെ പറ്റാറുള്ളൂ. അപ്പൊ ഞാൻ പറയുന്നത്, അങ്ങനെയുള്ള മെന്റേഴ്സും സപ്പോർട്ടേഴ്സും ഒക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടാവും, ഞാനും കൂടെ ഉണ്ടാവും. നമ്മൾ ഒരുമിച്ച് യാത്ര പുറപ്പെടുകയാണ്. അതാണ് ഏറ്റവും വലിയ, അത് മാത്രം മതി, വേറെ ഒന്നും വേണ്ട. മനസ്സിലായി? ഇപ്പൊ ഈ ഉഷാദേവി സംസാരിച്ചു. ഈ ഉഷാദേവി ഇത്രയും കാലമായിട്ട് എന്നെ പേഴ്സണലായിട്ട് ഇന്ന് വരെ വിളിച്ച് സാറേ എൻ്റെ കാര്യം സംസാരിക്കുന്നത് ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. ഒരു വോയിസ് ഇപ്പോൾ അടുത്ത്, കാരണം 1 വർഷത്തിന് ശേഷം ഒരു വോയിസ് ഞാൻ ഇതിന് ഒരു 30 സെക്കൻഡിന് മറുപടി കൊടുത്തു. വളരെ കാലങ്ങൾക്ക് ശേഷം അവരുടെ ലൈഫ് കംപ്ലീറ്റ്ലി മാറിയില്ലേ. ഇവിടെ എത്ര ആൾക്കാരുണ്ട്. ഇപ്പോൾ മീറ സാറെ ഫോട്ടോ ഞാൻ കാണുന്നുണ്ട്. മീറ സാർ ഇത്രയും കാലമായിട്ട് എന്നോട് പേഴ്സണലി സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല. മീറ സാർ സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല, ഫോണിൽ കൂടെ ഇല്ല. നേരിട്ട് കാണുമ്പോ നേരിട്ട് സംസാരിക്കാം, നേരിട്ട് നിങ്ങൾക്കൊക്കെ സംസാരിക്കാം. ഞാന് ഈ പ്രാവശ്യം എന്താ പറയാ, എനിക്ക് സാറിനെ കെട്ടിപ്പിടിക്കാൻ പറ്റി, സാറിനെ സെൽഫി എടുക്കാൻ പറ്റി. ഒരുപാട് സന്തോഷം. ഓക്കെ ശരി സാറെ, എനിക്ക് കെട്ടിപ്പിടിക്കാൻ പറ്റിയത് ഞാനും സന്തോഷിക്കുന്നു. ഓക്കെ, താങ്ക് യു സാർ. അപ്പൊ ഞാൻ പറയുന്നത് എന്താ ചോദിക്കുകയാണെങ്കിൽ, ഫോണിലൂടെയും മറ്റുമൊക്കെ ചെയ്യുന്നതിനേക്കാൾ എത്രയോ ഗുണം നേരിട്ട് നമുക്ക് കാണാം. അതായിരിക്കും ഗുണമെന്ന് എൻ്റെ എല്ലാ സഹോദരന്മാരോടും സ്നേഹത്തോടെ ഞാൻ അറിയിക്കുന്നു. ശരി, അപ്പൊ നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ എല്ലാവരും EFT എന്ന ഈ ഒരു മഹാ അമൃത് നിങ്ങൾ എല്ലാവരും അനുഭവിക്കണമെന്ന് ഒരിക്കൽ കൂടി പറയുന്നു. സാറേ വൈൻഡപ്പ് ചെയ്യല്ലേ നമുക്ക്? ആ ലിങ്ക് വേണമെങ്കിൽ ഒന്ന് എല്ലാ ഗ്രൂപ്പിലും ഒന്ന് അയച്ചു കൊടുത്തോളൂ കേട്ടോ. ശരി, നേരിട്ട് സംസാരിക്കാൻ പറ്റിയ ഒരു ഭാഗ്യം കിട്ടിയ ആളാണ് ഞാൻ, നാരായണൻ നായർ, അബുദാബി. നേരിട്ട് സംസാരിക്കാൻ ഒരു ഭാഗ്യവും അപ്പോയിന്റ്മെന്റ് തന്ന ഭാഗ്യവാനാണ് ഞാൻ. താങ്ക് യു. ശരി, വളരെ സന്തോഷം. നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. മുഴുവൻ ആൾക്കും നന്ദി അറിയിക്കുന്നു. ബിൻസി കോഴിക്കോട് എറണാകുളത്ത് ഉണ്ടായിരുന്നോ? ഇല്ല ഇല്ല സാർ, വരാൻ സാധിച്ചില്ല. എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. അടുത്തതിൽ ഞാൻ വരുന്നുണ്ട്, ഞാൻ വരുന്നുണ്ട്. നിങ്ങളിപ്പോ 8ാമത്തെ ബാച്ച് റിപ്പീറ്റ് ചെയ്യുന്നില്ലേ ട്രഷറില്? ഉണ്ട് സാർ, ഉണ്ട് സാർ, ഉണ്ട്. 8ആണോ 7ആണോ? 8അല്ലേ? 8ലും ഞങ്ങൾ രണ്ടുപേരും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെയുണ്ട് 8 പുതിയ കോഴ്സിലോട്ട് പറയുമ്പോ? ഒരുപാട് മാറ്റം ഇല്ല ഇപ്പൊ? തീർച്ചയായിട്ടും സാർ, പഴയതുപോലെ തോന്നുന്നില്ല എനിക്ക്. പുതിയ മാറ്റങ്ങൾ പോലെ തോന്നുക. അത് തന്നെയാണ്. 9, 10 ഒക്കെ മാറ്റം ഉണ്ടാവും, എല്ലാം മാറ്റം ഉണ്ടാവും. പിന്നെ EFTയുടെ ക്ലാസ് ഒക്കെ മാറ്റം ഉണ്ടാവും. ഒന്നും പഴയ പോലെ ആവില്ല കേട്ടോ. താങ്ക് യു സർ, താങ്ക് യു. ശരി, വളരെ വളരെ സന്തോഷം. എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ. ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക. നമുക്ക് വളരെ ഹാപ്പിയായി അടിച്ചു പൊളിച്ച ഒരു ജീവിതം നമുക്ക് സാധ്യമാണ് എന്ന് ഒരിക്കൽ കൂടി അറിയിക്കുന്നു. മുഴുവൻ ആൾക്കും നന്ദി അറിയിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഓക്കെ, ഗുഡ് നൈറ്റ്.